ഈ സമൂഹത്തിന്റെ ആദ്യകാലം വളരെ പ്രബുദ്ധമാണ്. നമുക്കറിയാം, സ്വഹാബികളും താബിഈങ്ങളും താബിഈങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു, ഖൈറുൽ ഖുറൂനി ഖർനി ثم الذين يلونهم ثم الذين يلونهم. നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്, ഞാനും എന്റെ സ്വഹാബികളും ഉള്ളത്. ثم الذين يلونهم ثم الذين يلونهم. പിന്നെ അതിനോടടുത്തവർ, പിന്നെ അതിനോടടുത്തവർ. 3 നൂറ്റാണ്ടുകളെയാണ് ഏറ്റവും സവിശേഷമായ നൂറ്റാണ്ടുകൾ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്വഹാബികൾക്ക് ശേഷം വന്നവർ ചിന്തിച്ചു, ഞങ്ങൾ സ്വഹാബത്തിനേക്കാളും മോശക്കാരാവരുത്, ഞങ്ങളും അവരോടൊപ്പം ഓടിയെത്തണം, അതുകൊണ്ട് ഞങ്ങൾ അവരെ പോലെ അധ്വാനിക്കുകയാണെന്ന് പറഞ്ഞ് താബിഈങ്ങൾ വലിയ മാതൃക സൃഷ്ടിച്ചു വെച്ചു. അവരിലാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങൾ പറഞ്ഞു പോയത്, വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹി വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹി ഹത്താ യഅലമ അസ്ഹാബു മുഹമ്മദിൻ അന്നഹും ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ. സൽക്കർമ്മത്തിൽ മുന്നോട്ട് വന്ന് എല്ലാ നന്മകളും നിർവഹിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ സ്വർഗത്തിന്റെ കവാടത്തിങ്കൽ വന്നവര് തിക്കും തിരക്കും കൂടുന്ന നേരത്ത് വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹി, നബിയോടൊപ്പം സ്വഹാബത്ത് കൂടുന്ന പോലെ ഞങ്ങളും അവരോടൊപ്പം ചേരുകയാണ്, ഞങ്ങളും സ്വർഗത്തിന്റെ കവാടത്തിൽ ചെന്ന് തിക്കും തിരക്കും കൂടാൻ പോകുന്നു. ഹത്താ യഅലമ അസ്ഹാബു മുഹമ്മദിൻ, അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ മനസ്സിലാക്കട്ടെ, അന്നഹും ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ, അവർക്ക് പിന്നിൽ അവർ ഉപേക്ഷിച്ചു പോയത്, സ്വഹാബികൾ ഈ സമൂഹത്തിന് നൽകിപ്പോയത് റിജാലൻ, നല്ല 1-ാം നമ്പർ വളരെ പ്രഗത്ഭരായ ആൺകുട്ടികളെയാണ് സ്വഹാബികൾ ഈ ഉമ്മത്തിന് വേണ്ടി പിന്നിലാക്കി പോയത് എന്ന് സ്വഹാബികൾക്ക് മനസ്സിലാവണം. സ്വഹാബിമാരൊക്കെ പലതും ചെയ്തു, നമ്മളൊന്നും ചെയ്യാതെ മോശക്കാരായി പോയാൽ സ്വഹാബിമാർ വിചാരിക്കില്ലേ ഞങ്ങളുടെ കാലശേഷം വന്നവർ ഒന്നും ചെയ്തില്ല എന്ന്. അങ്ങനെ ആവരുത്. നമ്മളും മോശക്കാരല്ല, നമ്മളും പിന്നിലല്ല. അതുകൊണ്ട് ഇബാദത്ത് കൊണ്ട് നമ്മൾ സ്വഹാബത്തിനോടൊപ്പം എത്താൻ മത്സരിക്കുക തന്നെയാണെന്ന് അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. ഉമ്മത്ത് പിന്നെയും പിറകോട്ട് വരുന്നു. ഹബീബായ തങ്ങൾ പറഞ്ഞു, അന്ത്യനാളിനോടടുക്കുമ്പോൾ ഏതൊരു ദിവസവും അതിന്റെ തൊട്ടുശേഷം വരുന്ന ദിവസത്തേക്കാൾ പുണ്യമാണ്. ഒരു ദിവസം കഴിഞ്ഞ് അതിന് ശേഷം വരാൻ പോകുന്ന ദിവസം ആ ദിവസത്തെക്കാളും മോശമായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഇന്നത്തെ രാത്രി നാളെ വരാൻ പോകുന്ന രാവിനേക്കാൾ ശ്രേഷ്ഠമാണ്. നമ്മുടെ ഇന്നലെ ഇന്നിനേക്കാൾ ശ്രേഷ്ഠമാണ്. അന്ത്യനാളിനോടടുക്കുമ്പോൾ ഓരോ ദിവസവും ഒന്ന് മറ്റൊന്നിനേക്കാൾ സ്ഥാനവും പുണ്യവും കുറഞ്ഞതായി കടന്നു വരുന്നു എന്ന് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളെ പഠിപ്പിക്കവേ ആനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പക്ഷേ നിരാശരാവാനല്ല, നമ്മൾ മോശക്കാരാണെന്ന് പറയാനുമല്ല. പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം മുദബ്ബിറുൽ ഉമൂറായ അല്ലാഹു, സർവശക്തനായ അല്ലാഹു സംവിധാനിച്ചത് അങ്ങനെയാണ്. എന്നാലും മുഅ്മിനീങ്ങൾക്ക് പല ദൗത്യവും ഇവിടെ ചെയ്യാനിരിക്കുന്നു. നമുക്ക് കടപ്പാടുകളുണ്ട്, ഉത്തരവാദിത്ത ബോധമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം കഴിയുമ്പോൾ ഹബീബായ തങ്ങൾ പറയുമായിരുന്നു, ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ. ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം തുടങ്ങിയത് വിചിത്രമായിട്ടാണ്. എല്ലാവരും കള്ളു കുടിക്കുന്ന ഒരു ലോകത്ത് കള്ളു കുടിക്കാതെ നിന്നവരാണ് സ്വഹാബികൾ. അത്ഭുതമായിരുന്നു. എല്ലാവരും മുഴുകുടിയന്മാർ. രാവാകുമ്പോഴേക്കും ഇരുളുമുറ്റുമ്പോഴേക്കും 4 കാലിൽ നടന്നിരുന്നൊരു സമൂഹത്തിലാണ് സ്വഹാബിമാർ അത് തൊടില്ല എന്ന് പറഞ്ഞത്. അത് കണ്ടപ്പോഴാണ് അവർ പറഞ്ഞത് ഗരീബ്, this is something strange, ഇത് വളരെ വിചിത്രമാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇന്ന് കുട്ടികളൊക്കെ അങ്ങനെ ചോദിക്കും, കോളേജിലൊക്കെ ക്യാമ്പസുകളിലൊക്കെ.
അത് ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ നിനക്ക് നീ ആണെന്നെ ആണോടോ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു പെണ്ണിന് ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ അവളോട് നീ പെണ്ണെന്നെ അല്ലേ? നന്മ ചെയ്യുന്നത് വിചിത്രമായി കാണുന്ന ലോകം അങ്ങനെയാണ്. തിന്മയുടെ ആധിക്യം വലോ അഅജബക കസറത്തുൽ ഖബീസ്, നബിയെ തിന്മയുടെ ബാഹുല്യം കണ്ടുകൊണ്ട് അങ്ങ് അത്ഭുതപ്പെട്ടാലും ശരി, ലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും ഒരുപോലെയല്ല. തിന്മ അല്ലാഹുവിന് ഇഷ്ടമല്ല, നന്മയാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. തിന്മകൾ എത്ര വർദ്ധിച്ചാലും ശരി നമുക്ക് നിരാശ തോന്നിപ്പോകും. നിരാശപ്പെടല്ലേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ, ഇസ്ലാം തിരിച്ചുവരും, ഇസ്ലാം തിരിച്ചുവരും. അതിന്റെ ഊർജ്ജസ്വലതയോടുകൂടെ ഓരോ കാലഘട്ടത്തിലും തിരിച്ചുവരും. മർഗേ ഖത്ലേ ഹുസൈൻ ദർ അസുൽ മേ ദർ അസുൽ മർഗേ യസീദ് ഹൈ, इस्लाम जिंदा होता है हर करबला के बाद, क़त्ले हुसैन दर असल मर्गे यजीद है. യസീദ് ബിൻ മുആവിയയുടെ കയ്യാലെ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ പുന്നാര പ്രിയപ്പെട്ട പേരമകൻ ഫാത്തിമ ബീവിയുടെ പുണ്യമകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഖത്ലേ ഹുസൈൻ, ഹുസൈൻ എന്നവർ വധിക്കപ്പെട്ടത് ദർ അസുൽ മർഗെ യസീദ് ഹേ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണം സത്യത്തിൽ യസീദിന്റെ വധമാണ്. യസീദാണ് അവിടെ കൊല്ലപ്പെട്ടത്, ഹുസൈൻ എന്നവരല്ല. ഹുസൈൻ എന്നവർ അവിടെ ഷഹീദായിട്ടുണ്ടെങ്കിലും അവിടെ സംഭവിക്കുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകന്റെ മരണമാണ് നടന്നത്. ഇസ്ലാം സിന്ദ ഹോതാ ഹൈ ഹർ കർബല കെ ബാദ്, ഓരോ കർബലക്ക് ശേഷവും ഇസ്ലാം സജീവമായി കൊണ്ടിരിക്കും. എല്ലാ കർബലക്ക് ശേഷവും ഇസ്ലാം ഉണർന്നുകൊണ്ടിരിക്കും. ലോകത്താകമാനം വലിയ യുദ്ധങ്ങൾ നടന്ന കാലഘട്ടമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം തന്നെ അമവി അബ്ബാസി ഭരണകാലങ്ങളിൽ, ഫാത്തിമി മംലൂക്കി ഭരണകാലങ്ങളിൽ, താർത്താ മുസ്ലിം ലോകത്ത് പടയോട്ടം നടത്തിയപ്പോ, ലോകമഹായുദ്ധങ്ങൾ നടന്നപ്പോ, ലോകത്ത് അതിർത്തർക്കങ്ങൾ ഉണ്ടായപ്പോ, രാജ്യങ്ങൾ അതിർത്തികൾക്ക് വേണ്ടി യുദ്ധം ചെയ്തപ്പോ ഒരുപാട് മരണങ്ങൾ ഇതിന്റെ അടയാളമാണ്. പക്ഷെ മൊത്തത്തിൽ ഒരു സമൂഹത്തെ നോക്കിയാൽ അവരിൽ തിന്മകളുടെ ബാഹുല്യം കാണാൻ കഴിയും. തിന്മകളുടെ ആധിക്യം, മനുഷ്യ ശരീരം തിന്മയിലേക്ക് പോകുന്നതായി കാണാൻ കഴിയും. ഇവിടെ നിന്നുകൊണ്ടാണ് പുതിയൊരു തലമുറയുടെ സൃഷ്ടിപ്പിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലുള്ള സ്വഹാബിമാർ ഏതൊരു വിഷയം ഉൾക്കൊണ്ടപ്പോഴാണോ അല്ലാഹു ഈ സമൂഹത്തിന് വിജയം കൊടുത്തത്, ആ ഒരു വിഷയത്തിലൂടെ മാത്രമേ നമുക്കും അല്ലാഹു വിജയം തരൂ. വല്ലാഹി ലൻ യസ്ലുഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിഹി അവ്വലുഹാ, ഈ സമൂഹത്തിന്റെ ആദ്യം ഏത് കാര്യം കൊണ്ട് ഈ സമൂഹത്തിന് വിജയമുണ്ടായോ ആ നന്മ ചെയ്തെങ്കിൽ മാത്രമേ പിൻഗാമികൾക്ക് വിജയമുണ്ടാവുകയുള്ളൂ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത്. മസ്ജിദുൽ താക്കോൽ, ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ ജെറൂസലേമിൽ നിന്ന് മഹാനവറുകൾ ഏറ്റുവാങ്ങുന്ന നേരം ജെറൂസലേമിലൂടെ കടക്കുമ്പോൾ അവിടെ ജബൽ ഉമർ ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു പള്ളി തന്നെ ഉണ്ട് അവിടെ, ജബൽ ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോ അവിടെ നിസ്കരിച്ച പള്ളിയുണ്ട് അവിടെ. മഹാനവറുകൾക്ക് നിസ്കരിക്കാൻ ആവശ്യമായി വന്നപ്പോ അവര് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളുടെ ചർച്ചിൽ നിങ്ങൾക്ക് നിസ്കരിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, വേണ്ട, ഞാനിവിടെ നിസ്കരിച്ചാൽ പിൻഗാമികളായ മുസ്ലിമീങ്ങൾ പറയും ഞങ്ങളുടെ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളുടെ ഭരണാധികാരി നിസ്കരിച്ച ചർച്ചാണിത്, ഇത് ഞങ്ങൾക്ക് വേണം, ഇത് ഞങ്ങളുടെ പള്ളിയാണ് എന്ന് പറഞ്ഞ് അവകാശവാദം വരും. എനിക്ക് വൃത്തിയുള്ള ഒരു സ്ഥലം കാണിച്ചു തന്നാൽ ഞാൻ അവിടെ നിസ്കരിക്കാമെന്ന് പറയുകയും അവിടെ ചർച്ച് ഓഫ് നാറ്റിവിറ്റി ആണോ ചർച്ച് ഓഫ് ഡേവിഡ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, ചർച്ച് ഓഫ് നാറ്റിവിറ്റി ആണെന്ന് തോന്നുന്നു, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മം നടന്നൊരു ചർച്ചുണ്ട്. അതിന്റെ തൊട്ടു മുമ്പിൽ ഏതാനും ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ പള്ളിയിലേക്കുള്ള ദൂരം അത്രയും അകലത്തിൽ ഒരു പള്ളിയുണ്ട്, മസ്ജിദ് ഉമർ. ആ യാത്രയിൽ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിടത്ത് പിൻഗാമികൾ ഉണ്ടാക്കിയ പള്ളിയാണത്.
മസ്ജിദുൽ അഖ്സായിലേക്ക് കടന്നു പോകുമ്പോ കാലുകളിൽ ചെളിയുണ്ടായിരുന്നു. വസ്ത്രം തുന്നിപ്പറഞ്ഞ വസ്ത്രമായിരുന്നു. ഒട്ടകപ്പുറത്ത് ഉമർ തങ്ങളുടെ ഭൃത്യനാണ്. ഉമർ തങ്ങൾ താഴെയാണ്. ആ യാത്രയുടെ രംഗം നോക്കണം. ഖലീഫത്തുൽ മുസ്ലിമീൻ മേലെ നിന്ന് ബഹുമാനപ്പെട്ടവരുടെ ഒട്ടകം നയിക്കുന്ന ഗൈഡ് ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് പോകുമെന്നാണ് നമ്മൾ ധരിക്കുന്നത്. പക്ഷെ ഉമർ തങ്ങളും അദ്ദേഹവും തമ്മിൽ ടേംസ് ഉണ്ടായിരുന്നു. എന്താണത്? ഞാൻ 1 മണിക്കൂർ യാത്ര ചെയ്താൽ പിന്നെ നിങ്ങൾ യാത്ര ചെയ്യണം, ഞാൻ താഴെ ഇറങ്ങും. പിന്നെ ഞാൻ കയറും, നിങ്ങൾ താഴെ. പിന്നെ നിങ്ങൾ കയറും, ഞാൻ താഴെ ഇറങ്ങും. അങ്ങനെ ഊഴമായിട്ട് നമുക്ക് പോകാം. ഇങ്ങനെ ഉണ്ടാവും. ഒരു ഡ്രൈവർ ഉണ്ട്, ഒരാളെന്നെ പറയാം, കുറച്ച് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് നീ ഉറങ്ങിക്കോ. ഉമർ തങ്ങൾ അങ്ങനെ യാത്ര പോയത്. പക്ഷെ ആ ഊഴം ഇന്നത്തെ പോലെ GPS സിസ്റ്റത്തിലല്ലോ ഇത്ര മണിക്കൂർ കൊണ്ട് എത്തുമെന്നോ ഇത്ര കിലോമീറ്ററിന് ബാക്കിയുണ്ടെന്നോ നമുക്കൊരു മുൻകൂട്ടി ധാരണ ചെയ്യാൻ കഴിയില്ലല്ലോ. ബൈത്തുൽ മുഖദ്ദസിലെത്തിയപ്പോ സഹാബി ഒട്ടകത്തിന്റെ പുറത്ത് ഉമർ തങ്ങൾ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് നടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഉമർ എന്നവരെ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് കയറിയിരിക്കെ, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇവര് വിചാരിക്കും ഞാനാണ് ഇവിടുത്തെ വലിയ അമീർ എന്ന്, ഞാനാണ് അമീർ മുഅ്മിനീൻ, എന്നെ പറ്റി വിചാരിച്ചേക്കും. ഉമർ തങ്ങൾ പറഞ്ഞു, അവിടെ തന്നെ നിന്നു, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. അവര് കൂട്ടർ ഓടി വന്നു, അമീർ മുഅ്മിനീൻ ആ കോട്ടങ്ങ് ധരിച്ചാട്ടെ, ഒരു സ്യൂട്ട് തരാം, ആ കോട്ട് നിങ്ങൾ ധരിക്കണം. കാരണം ഈ കീറിപ്പറഞ്ഞ വസ്ത്രം ഇവിടുത്തെ പാത്രിയാർക്കീസുമാർ, കാരണം ലോകത്തെ ക്രിസ്ത്യാനിസത്തിന്റെ ആസ്ഥാനമാണെന്ന് ജെറൂസലേം. ഇന്നൊക്കെ നമ്മൾ റോം കാണുന്ന പോലെയാണ് അന്ന് ജെറൂസലേം അവർ കാണുന്നത്. അവിടെ പ്രഗത്ഭരായ ക്രിസ്തീയ പുരോഹിതന്മാർ മുഴുവനും വന്നിരിക്കാൻ. മുസ്ലിമീങ്ങളുടെ നേതാവ് ലോകം ഉമർ എന്ന് കേട്ടാൽ വിറക്കുമെന്ന് പറയാറുണ്ട്. മഹാനവറുകളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പറഞ്ഞു, ഉമർ എന്നവരെ ആ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം ഒന്ന് മാറ്റിയിട്ട് ഒരു ഓവർകോട്ട് ഒന്ന് ധരിച്ചൂടെ? പിന്നെ കാലിൽ ചെളിയുണ്ട്, കാരണം ഒരു പുഴ കടക്കേണ്ട ചെറിയൊരു അരുവി, അവിടെ പുഴയില്ല പക്ഷെ ചെറിയ അരുവിയുണ്ട്. ആ വെള്ളത്തിലൂടെ ചെളിയിൽ ചവിട്ടി നടന്നപ്പോ കാലിലൊക്കെ ചെളി പിടിച്ചിട്ടുണ്ട്. പറഞ്ഞു, ഉമർ എന്നവരെ ആ ചെളിയായതൊക്കെ നല്ല വസ്ത്രമൊക്കെ ഒന്ന് അണിഞ്ഞിട്ട് നല്ല ഭംഗിയിലങ്ങ് ചെന്നാൽ പോരെ? ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് ഞങ്ങൾ മുസ്ലിമീങ്ങളുടെ നേതാവിന് കൈമാറാം, ഇവിടെ യുദ്ധം ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഉമർ തങ്ങളെ വിളിച്ചു വരുത്തിയതാണ്. അപ്പൊ എന്താണ്? കീറിപ്പറഞ്ഞ വസ്ത്രമാണ്, തന്റെ ഭൃത്യനാണ് ഒട്ടകപ്പുറത്ത്, കാലിൽ ചെളിയുണ്ട്. മഹാനായ ഫാറൂഖ് എന്നവർ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടക്കുകയാണ്. മഹാനവറുകൾ ആ നേരത്തെ പറഞ്ഞ വാക്കാണ്, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹുല്ലാഹ്. സ്വഹാബികളെ, നമ്മുടെ വസ്ത്രവിധാനത്തിലോ നമ്മൾ ധരിക്കുന്ന വിലപിടിപ്പുള്ള വസ്ത്രത്തിലോ നമ്മുടെ വാഹനത്തിലോ ശരീരത്തിന്റെ പ്രകടനങ്ങളിലോ അല്ല നമ്മുടെ അഭിമാനം കിടക്കുന്നത്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മൾ മുസ്ലിമീങ്ങളായി ജീവിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അല്ലാഹു നമുക്ക് അഭിമാനം തന്നത്. മുസ്ലിമീങ്ങളായി ഇസ്ലാമിന്റെ സംസ്കാരം വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ചെറുപ്പക്കാരികളിൽ, നമ്മുടെ ആൺമക്കളിൽ, പെൺമക്കളിൽ, നമ്മുടെ കുടുംബിനികളിൽ, നമ്മുടെ ഭർത്താക്കന്മാരിൽ, നമ്മുടെ വാപ്പമാരിൽ, നമ്മുടെ ഉമ്മമാരിൽ ഇസ്ലാമിന്റെ സംസ്കാരം ഉണ്ടായപ്പോഴാണ് അല്ലാഹു നമുക്ക് അഭിമാനം തന്നത്. ومن ابتغى العزة في غيره أذله الله. ഇസ്ലാം മാറ്റിവെച്ച് മറ്റെന്തെങ്കിലും നമ്മൾ അണിയുകയോ സ്വീകരിക്കുകയോ ചെയ്താൽ അദല്ലഹുല്ലാഹ്, ഈ ഉമ്മത്തിനെ അല്ലാഹു മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ദ്യന്മാരായി കാണിച്ചു കൊടുക്കുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ലോക മുസ്ലിമീങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ ഓർത്തെടുക്കാനുള്ളൊരു വാക്ക് മഹാനവറുകൾ അവിടെയാണ് പറഞ്ഞത്. ഇസ്ലാം ഒഴിവാക്കിയാൽ നമ്മൾ ഒന്നിനും കൊള്ളില്ലെന്നാണ്. നമ്മൾ വിചാരിക്കുക നമ്മൾ വലിയ ഫാഷൻകാരാണെന്നൊക്കെ. ചെറുപ്പക്കാരുടെ ചില ഹെയർ സ്റ്റൈലുകൾ, ചില സലൂണിന്റെ പരസ്യം തന്നെ അങ്ങനെ എന്തൊക്കെയോ ഹെയർ സ്റ്റൈലുകൾ, പല രീതിയിൽ. ഇതൊന്ന് പടിഞ്ഞാറ് നിന്ന് വരുന്ന സംസ്കാരമൊക്കെ നേരിട്ട് നമ്മുടെ ബാർബർമാരൊക്കെ അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചിരിക്കാൻ. അങ്ങനെ DJ ഒച്ചപ്പാടുകളും ബഹളങ്ങളൊക്കെ ആയി എയർ കണ്ടീഷൻ ചെയ്ത സലൂണുകളിൽ ഹറാമായ ഹെയർ കട്ടിട്ട് നമ്മളെ മക്കൾ ഇങ്ങനെ റോഡിലൂടെ നടക്കുക. നമുക്കതുകൊണ്ട് മുസ്ലിം അല്ലാത്തവർക്ക് ഇവരെ കാണുമ്പോൾ എന്ത് തോന്നുന്ന ഹോമാളികൾ എന്നാണ് പറയുന്നത്. പക്ഷേ അച്ചടക്കമുള്ള ഇസ്ലാമിക വേഷം ധരിച്ച ഒരാൾ നടന്നാൽ, ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ നടന്നാൽ മിനിമം ജനങ്ങളുടെ കൽബിൽ അയാളൊരു മതിപ്പ് അള്ളാഹു ഇട്ടുകൊടുക്കുന്ന. നമ്മൾ എത്ര ഫാഷനായിട്ടും കാര്യമില്ല, നമ്മളെക്കാളും ഫാഷനബിൾ ആയ ഒരു സമൂഹം ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്നുമല്ല, nothing compared to them. നമ്മൾ ഒന്നുമല്ല.
ഏറ്റവും വലിയ ഫാഷനുകൾ ലോകത്തിന് സമ്മാനിക്കുന്ന സമൂഹങ്ങളുണ്ട് ഇവിടെ. മുസ്ലിമേതര മറ്റു പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോ നമുക്ക് അവർക്കിടയിൽ മത്സരിക്കേണ്ടത് ദുന്യാവ് കൊണ്ടല്ല, നമ്മൾ മത്സരിക്കേണ്ടത് ഇസ്ലാം കൊണ്ടാണ്. നമ്മൾ ഇസ്ലാമികമായ രീതിയിൽ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ, അവിടെയാണ് വിഷയം. അങ്ങനെയാണ് മുൻഗാമികൾക്ക് അല്ലാഹു തആല അഭിമാനം നൽകിയത്. ആ അഭിമാനം അതുകൊണ്ട് തന്നെ നമുക്കും അല്ലാഹു നൽകുകയുള്ളൂ. അല്ലാഹു നമ്മെയും ലോക മുസ്ലിമീങ്ങളെയും ഇസ്സത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അന്ന് റോമക്കാരുമായി, റോമൻസ് എന്ന യൂറോപ്പുകാർ, അവരുമായുള്ള യുദ്ധം നടക്കുമ്പോ അവരുടെ നേതാവ് റുസ്തും മുസ്ലിമീങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറാവുകയും മുസ്ലിമീങ്ങളെ തുരത്തി ഓടിക്കാനുള്ള സർവ്വ സജ്ജീകരണങ്ങളും ആയുധവും സൈന്യവും റെഡിയാക്കി നിർത്തിയപ്പോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐന തഫിറൂന മിന്നാ, നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയുകയില്ല. എവിടെ? മുസ്ലിമീങ്ങൾ ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയിലാണെന്ന് എണ്ണത്തിൽ, പക്ഷെ ഈമാനികമായ വണ്ണത്തിൽ അവർ വലുതാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഫവല്ലാഹി ലൗ സഅയ്തും മിനസ് സമാ ലഅംതറകുമുല്ലാഹു അലൈനാ മതറാ. ഞങ്ങളെന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ആകാശത്തേക്ക് കയറിപ്പോയി എന്നിരിക്കട്ടെ, നിങ്ങളെ മഴത്തുള്ളികളായി ഞങ്ങളുടെ മുമ്പിലേക്ക് അല്ലാഹു ഇറക്കിത്തരും. മഴത്തുള്ളികളായി ഇറക്കിത്തരും. അല്ലാഹു നിങ്ങളെ മഴത്തുള്ളികളായി ഞങ്ങളുടെ മുമ്പിലേക്ക് ഇറക്കിത്തരും. നിങ്ങൾ എവിടേക്കാ ഓടുന്നത്? ഫവല്ലാഹി ലൗ സഅയ്തും മിനസ് സമാ, നിങ്ങൾ ആകാശത്തേക്ക് ഉയരുകയാണെങ്കിൽ നിങ്ങളെ അല്ലാഹു ഞങ്ങൾക്ക് മുമ്പിൽ ഇറക്കിത്തരും. ഈ ഒരു വാക്കിന്റെ ധൈര്യം കേട്ടപ്പോഴാ റുസ്തും പിന്മാറിയതെന്ന്. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ യുദ്ധത്തിനില്ലേ എന്ന് പറഞ്ഞു. ആ ഒരു ഈമാനികമായ ധൈര്യം. കിതാബല്ലാഹി വസുന്നത റസൂലിഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് തരത്തിലാണ് നമുക്ക് അവസാന ഉപദേശം തന്നത്. 3 വിഷയങ്ങളാണ് ഇതിൽ നബി തങ്ങൾ പരാമർശിച്ചത്. ഒന്ന്, ഗദീറു ഖം എന്ന് പറയുന്ന ശിആ വിശ്വാസികളൊക്കെ ഏറ്റവും കൂടുതൽ ലോകത്ത് ചർച്ച ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാ എന്ന അവസാനത്തെ ഫേവൽ പിൽഗ്രിമേജ്, ഹബീബിന്റെ അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്നു. മക്കയുടെയും മദീനയുടെയും ഇടയിൽ ഖം എന്ന് പറയുന്ന പ്രദേശത്തൊരു കിണറുണ്ട്. ആ കിണറിന്റെ അരികിൽ ഹബീബായ നബി തങ്ങളും സ്വഹാബികളും ഇരിക്കുമ്പോ അവിടുന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളെ കണ്ടുമുട്ടണമെന്നില്ല, ഇനി ഒരിക്കൽ ഒരു കാഴ്ച നമ്മൾ തമ്മിൽ ഉണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, തറക്തു ഫീകും അംറൈൻ, 2 വിഷയങ്ങൾ നിങ്ങളുടെ കൈകളിൽ തന്നുകൊണ്ടാണ് ഞാൻ ലോകത്തോട് യാത്ര പറയുന്നത്. 2 വിഷയം നിങ്ങളുടെ കൈകളിലുണ്ട്. മാ തമസ്സക്തും ബിഹിമാ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു തആല യാതൊരു പ്രയാസമോ പരാജയമോ വരുത്തുകയില്ല. വിജയമല്ലാതെ നിങ്ങൾ വഴിപിഴച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. 2 വിഷയങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞത്. കിതാബല്ലാഹി വഇസ്റതി, ഒന്ന് അല്ലാഹുവിന്റെ കിതാബാണ്, മറ്റൊന്ന് എന്റെ കുടുംബമാണ്, എന്റെ അഹ്ലു ബൈത്താണ്, എന്റെ സയ്യിദന്മാർ, എന്റെ തങ്ങന്മാർ, എന്റെ കുടുംബ പരമ്പരയിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ കടന്നു വരുന്ന മക്കളിൽ ഈ സമൂഹത്തിൽ എന്റെ ചോര ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സയ്യിദന്മാർ, തങ്ങന്മാർ, ആ സയ്യിദന്മാരെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം, അള്ളാഹുവിന്റെ കിതാബ് നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം, ഈ 2 നേതൃത്വം നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ലൻ തദില്ലു, നിങ്ങൾക്ക് പിഴവുണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ പ്രയോഗം തന്നെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കിതാബല്ലാഹി വസുന്നത റസൂലിഹി, അല്ലാഹുവിന്റെ കിതാബും അവന്റെ ദൂതനായ എന്റെ സുന്നത്തും നിങ്ങളുടെ കൈകളിൽ ഞാൻ തരുന്നു, അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് പരാജയമില്ല. 2 ഹദീസും കൂടെ നോക്കിയാൽ 3 കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ ഖുർആനും ഹബീബിന്റെ സുന്നത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്ത്, അവിടുത്തെ കുടുംബം, ഈ 3ഉം മുറുകെ പിടിക്കേണ്ടവരാണ് നമ്മൾ. സയ്യിദന്മാർ ഈ സമൂഹത്തിന് അല്ലാഹു നൽകുന്ന തണലല്ലയോ, അഷ്റഫുൽ ഖൽഖിന്റെ ചോരയല്ലയോ അവിടെ രക്തത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്.
അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ ഫാത്തിമ ബീവി ഹബീബിന്റെ മക്കളിൽ പെൺകുട്ടിയാണ്. പക്ഷേ നമ്മുടെ പെൺമക്കളെ പോലെയല്ല. ഫാത്തിമ ബീവിയിലൂടെ ജനിക്കുന്ന മക്കൾ ഹബീബിന്റെ ആൺമക്കളിലൂടെ ജനിക്കുന്ന പോലെ ഹബീബിന്റെ ചോരയാണെന്നും ആ പരമ്പര ഹബീബിന്റെ പരമ്പരയാണെന്നും നിങ്ങളുടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ആ പെൺകുട്ടികളിൽ ജനിക്കുന്ന മക്കൾ അവരുടെ ഭർത്താക്കന്മാരിലേക്കാണ് ചേർത്തി പറയുന്നതെങ്കിൽ എന്റെ മക്കൾ അങ്ങനെയല്ല. ഇവരെന്റെ അഹ്ലു ബൈത്താണ് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമയെ ഗദീർ ഖം എന്ന് പറയുന്ന ഖമ്മിലെ ആ കുളത്തിന്റെ അരികത്ത് ആ പ്രവിശാലമായ ഒരു കുളമുണ്ടായിരുന്നവിടെ, അല്ലെങ്കിൽ ഒരു വിശാലതയുള്ള കിണർ, അതിന്റെ അരികത്ത് വെച്ച് പുതപ്പിട്ട് മൂടിയിട്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഇവരാണ് എന്റെ അഹ്ലു ബൈത്ത്, ഇവരെന്റെ അഹ്ലു ബൈത്താണ്, ഇവരെ മുറുകെ പിടിച്ചോളൂ. അല്ലാഹു സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ കീഴിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. സയ്യിദന്മാർ തന്നെ ആ ഒരു നേതൃത്വത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല, അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. അത് പാണക്കാട് സയ്യിദന്മാരാണെങ്കിലും കുമ്പോൽ സയ്യിദന്മാരാണെങ്കിലും ജിഫിരി കുടുംബമാണെങ്കിലും നമ്മുടെ കണ്ണൂരിന്റെ പല പരിസര ഭാഗത്തുമുള്ള ഒരുപാട് സയ്യിദ് കബീലകളുണ്ട്. ഒരുപാട് മറന്നുപോയി, കുറെ സയ്യിദ് കബീലമാർ, സയ്യിദന്മാരുടെ തങ്ങന്മാരുടെ കബീലമാർ ഒരുപാട് ഒരുപാട് ഒരുപാട്. എല്ലാം ഹബീബായ നിബിധങ്ങളിലേക്ക് ചേരുന്ന ചോരയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വളരെ മൃഗീയമായി അന്ന് അടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തപ്പോ അന്നത്തെ വാസിഖു ബില്ലാഹ് എന്ന അന്നത്തെ ഭരണാധികാരി, അദ്ദേഹം അടിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരെ. മുഅ്തസിം ബില്ലാഹ് എന്ന ഭരണാധികാരി അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ ക്രൂരമായി ശിക്ഷിച്ചിട്ടുള്ള ഭരണാധികാരിയാണ്. ഒരൊറ്റ തെറ്റാ ചെയ്തത് അഹ്മദ് ഹംബൽ തങ്ങൾ, തെറ്റല്ല. വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹ് എന്ന് പറയുന്ന പോലെ അവരുടെ കണ്ണിലുണ്ടായ തെറ്റ് എന്ത്? ശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാം സൃഷ്ടിക്കപ്പെട്ടതല്ല. അല്ലാഹുവിന്റെ വചനങ്ങൾ അല്ലാഹുവിന്റെ സിഫത്താണ്. അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ ദാത്ത് പോലെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അപ്പോ സയ്യിദന്മാരെ എന്ത് ചെയ്യണ്ട? ചീത്ത പറയാൻ വേണ്ടി പോണ്ട. ആരും ചീത്ത പറയണ്ട. പറയേണ്ട വിഷയങ്ങൾ ആലിമീങ്ങൾ തുറന്നു പറഞ്ഞു തരും. ആരൊക്കെയാണ് ഫ്രോഡ്, ആരൊക്കെയാണ് തട്ടിപ്പ്, ഇതൊക്കെ ആലിമീങ്ങൾ അവരുടെ ദൗത്യം നിർവഹിക്കും. അത് ഗീബത്തും നമീമത്തായി കൂട്ടുകയുമില്ല. പക്ഷെ പൊതുജനങ്ങൾ എന്ത് ചെയ്യരുത്? ഒന്നും പറയാൻ നിൽക്കണ്ട. പൊതുജനങ്ങളായ ആളുകളൊന്നും ഇടപെടരുത്. സമിഅനാ വഅതഅനാ, നമ്മൾ കേട്ടു, അനുസരിച്ചു. നമുക്ക് നിർദ്ദേശം നൽകിയ ആളുകൾ അവരും പടച്ചവനും തമ്മിലാ ബാക്കിയുള്ള ഇടപാട്. സയ്യിദന്മാർ ഈ ഉമ്മത്തിന് അല്ലാഹു തആല അപകടങ്ങളുടെ മഹാസമുദ്രത്തിലേക്ക് ഈ സമൂഹത്തിന്റെ നൗക പോകുമ്പോൾ രക്ഷപ്പെടാനുള്ള രക്ഷാ കവചമായി പറഞ്ഞ 3 വിഷയങ്ങളിൽ ഒന്നാണ് സയ്യിദന്മാർ. രണ്ടാമത്തെ വിഷയം ഹബീബായ നബിയുടെ ചര്യയാണ്, സുന്നത്താണ്. മൂന്നാമത്തേത് കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ്. അല്ലാഹുവിന്റെ കിതാബ് വിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വന്നു തൗറാത്തിന്റെ ഒരു കഷ്ണവുമായി. തൗറാത്ത് ഓൾഡ് ടെസ്റ്റമെന്റ് എന്നാണ് പറയാ, പഴയ നിയമം. ഇന്ന് ബൈബിൾ പുസ്തകത്തിന്റെ കൂടെ കാണാൻ പറ്റും പഴയ നിയമവും പുതിയ നിയമവും. ഗോസ്പൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കിതാബ് സബൂർ ഉണ്ട്, സങ്കീർത്തന പുസ്തകം എന്ന് പറയുന്ന. അതൊന്നും ആ ഒറിജിനൽ അല്ല. ദാവൂദ് നബിക്ക് ഇറങ്ങിയ കിതാബല്ല അതൊന്നും. ഈസാ നബിയുടെ ഇഞ്ചീലല്ല അതൊന്നും. മൂസാ നബിയുടെ തൗറാത്തല്ല ഇന്ന് ക്രിസ്ത്യാനികൾ കൊണ്ടു നടക്കുന്നതെന്നും നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്, അവർക്കും അറിയുന്ന വിഷയമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മദീനയിലൂടെ നടക്കുമ്പോഴാ ഒരു ജൂതൻ ഒരു കടലാസ് കൊടുത്തത്, ഉമറേ ഇഖ്റ ഫീഹാ, ഒന്ന് വായിച്ചു നോക്കൂ. ഉമർ തങ്ങൾ ചോദിച്ചു, എന്താണ്? ഒന്നുമല്ല, കുറച്ച് ഹിക്മത്തുകളുണ്ട്, കുറച്ച് തത്വജ്ഞാനങ്ങളുണ്ട്, കുറച്ച് അറിവ് കിട്ടും. എന്താണിത്? ഇത് ബൈബിളാണ്, പഴയ നിയമമാണ്, തൗറാത്താണ്, തൗറാത്തിന്റെ കഷ്ണമാണ്. ഉമർ തങ്ങൾ അത് വാങ്ങിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിനുസ്ഖത്തിൻ മിനത് തൗറാ, തൗറാത്തിന്റെ ഒരു കഷ്ണവുമായി വന്നു.
യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹാദിഹി നുസ്ഖത്തും മിനത്ത് തൗറാത്തിന്റെ ഒരു കഷ്ണമാണ് നബിയെ ഇത് എന്ന് നബി ഞങ്ങളോട് പറയുകയും ചെയ്തു. അത് ഹബീബിന്റെ മുമ്പിൽ വായിക്കാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു വായിക്കുന്നു, നബി ഞങ്ങൾ ഒന്നും പറയുന്നില്ല. ഫസകത നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഞങ്ങൾ മൗനം പാലിച്ചു. മൗനം പാലിച്ചു എന്ന് മാത്രമല്ല, വവജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതമഅറു വയതലവ്വനു, ഹബീബായ നബി തങ്ങളുടെ മുഖം യതമഅറു വയതഗയ്യറു, ഹബീബിന്റെ മുഖത്ത് ഇങ്ങനെ ഭാവമാറ്റങ്ങൾ കണ്ടു തുടങ്ങി. മുഖത്ത് ഹബീബിന് ഇഷ്ടമില്ല എങ്കിൽ ഹബീബിന്റെ മുഖത്ത് ഭാവങ്ങൾ സ്വഹാബത്തിനറിയാം. കണ്ണ് ചമക്കാൻ തുടങ്ങി, ഹബീബിന്റെ മുഖത്ത് ദേഷ്യം വരക്കാൻ തുടങ്ങി. ഇതൊന്നും ഉമർ തങ്ങൾ കാണുന്നില്ല. ഉമർ എന്നവർ തൗറാത്ത് ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോശമാണ് ഉമറേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലാ തറാ മാലി വജ്ഹി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം നിങ്ങൾ കാണുന്നില്ലയോ? ഉമർ തങ്ങൾ അപ്പോഴാണ് നോക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം ചമന്ന് തുടുത്തു നിൽക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അവിടെ അംസഖല്ലാഹു അഖ്ലഖ എന്നാണ് അന്ന് സിദ്ദീഖ് എന്നവർ പറഞ്ഞത്. ഉമറേ നിങ്ങളുടെ ബുദ്ധി തന്നെ അല്ലാഹു മാറ്റിക്കളഞ്ഞല്ലോ. അലാ തറാ മാ ബിവജ്ഹി റസൂലില്ലാഹ്, ഇത് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അഊദു ബില്ലാഹി മിൻ ഗളബില്ലാഹി വ ഗളബി റസൂലിഹി, അല്ലാഹുവിന്റെ കോപവും അവന്റെ ഹബീബിന്റെ കോപവും എനിക്ക് വരാതിരിക്കട്ടെ. റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ, അല്ലാഹു റബ്ബാണെന്ന് ഞാൻ തൃപ്തിപ്പെട്ടു നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്നും തൃപ്തിപ്പെട്ടു നബിയേ, ഇസ്ലാം എന്റെ മതമാണെന്ന് ഞാൻ തൃപ്തിപ്പെട്ടു നബിയേ എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോഴാണ്, അമുതവഹിഖൂന ഫീഹാ യബ്നൽ ഖത്താബ്, നിങ്ങൾ തൗറാത്ത് നോക്കുകയാണോ ഖത്താബിന്റെ മോനെ? നിങ്ങൾക്ക് തൗറാത്ത് വേണോ ഖുർആനുള്ളപ്പോ? അലമ്മാറ്റിക്കും ബിഹാ ബൈളാ നഖിയ്യ, സംശുദ്ധമായ ഒരു മാർഗരേഖ ഇസ്ലാം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടില്ലയോ? വല്ലദീ നഫ്സി ബിയദി, നോക്കണം ഹബീബായ നബി നിങ്ങൾ എന്താ പറയുന്നത്? വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ ബദാലകും മൂസാ ഫതബിഅ്തുമൂഹു, മൂസാ നബി അലൈഹിസ്സലാം തന്നെ ജീവനോടെ ഇങ്ങ് മദീനയിലേക്ക് വന്നു എന്നിരിക്കട്ടെ. മൂസാ നബി തന്നെ വന്നു, തൗറാത്ത് ഇറക്കപ്പെട്ട നബിയല്ലേ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി തന്നെ വന്നു എന്നിരിക്കട്ടെ. ഫതബിഅ്തുമൂഹു, മൂസാ നബിയെ നിങ്ങൾ പിൻപറ്റുകയും വതറക്തുമൂനി, ഞാൻ ജീവിച്ചിരിപ്പുള്ള കാലം എന്റെ കാലശേഷമാണ് മൂസാ നബി വന്നത് എന്നിരിക്കട്ടെ, എന്നെ നിങ്ങൾ ഉപേക്ഷിക്കുകയും മൂസാ നബിയുടെ കൂടെ നിങ്ങൾ പോവുകയും ചെയ്താൽ ളലൽതും സവാഅസ് സബീൽ, സന്മാർഗത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് വഴിതെറ്റിയായിരിക്കും ജീവിക്കുന്നത്. ഞാൻ ജീവിച്ചിരിപ്പുള്ള കാലം സാക്ഷാൽ മൂസാ നബി തന്നെ വന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ എന്നെ പിൻപറ്റാതിരിക്കുകയും മൂസാ നബിയെ പിൻപറ്റുകയും ചെയ്താൽ ലളൽതും സവാഅസ് സബീൽ, നിങ്ങൾക്ക് സന്മാർഗം നഷ്ടപ്പെടും ഉമറേ. വല്ലാഹി ലൗ കാന മൂസാ ഹയ്യാ, മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ മാ വസിഅഹു ഇല്ലാ അൻ യത്തബിഅനി, എന്നെ പിൻപറ്റുകയല്ലാതെ മറ്റൊരു വഴിയും മൂസാ നബിക്കുണ്ടാവുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ എന്താ ഇതിന്ന് പഠിക്കുന്നത്? കിതാബ് അല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമുണ്ടായിരിക്കെ വിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന മറ്റു മതങ്ങളുടെ ആചാരങ്ങൾ സ്വീകരിക്കുന്നത്, മറ്റു മതങ്ങളുടെ സംസ്കാരങ്ങൾ നമ്മൾ ആചരിക്കുന്നത് നമ്മൾ നിസ്സാരമായി വിചാരിക്കും. ഇപ്പൊ നമ്മള് എന്തു പറയാ, എന്താ നമ്മൾ കാവി തുണി എന്ന് പറയില്ലേ, നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളെ, ജാഫറാൻ എന്നാണ് അറബിയിൽ ആ നിറത്തിന് പറയുന്ന പേര്. മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തൽബസൂഹാ, മുസ്ലിമീങ്ങളായ ആളുകളെ നിങ്ങൾ അത് ധരിക്കല്ലേ, ഫഇന്നഹാ ലിബാസുൽ കുഫാർ, അത് അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ ധരിക്കുന്ന വസ്ത്രമാണ്, മുസ്ലിമീങ്ങൾക്കത് വേണ്ട എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അതിന്റെ അത്ഭുതം മക്കയിലെ ഹദീസ് തങ്ങൾ പറയും, മദീനയിൽ സംഭവം നബി തങ്ങൾ പറയുമ്പോൾ ഖാവി ഉടുക്കുന്ന ഒരാളും അന്ന് മദീനയിലില്ല. പക്ഷേ തങ്ങൾ പറഞ്ഞു, ഇന്ത്യക്കാരും അല്ലാത്തവരുമായ ഹൈന്ദവ വിശ്വാസികളും അല്ലാത്തവരുമൊക്കെ ഉടുക്കുന്ന ഈ വസ്ത്രം ഇത് കുഫറിന്റെ അടയാളമാണ് എന്ന് നബി തങ്ങൾ കാലേക്കുട്ടി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ചിലപ്പോൾ ചില ഗൾഫിലൊക്കെ ബാച്ചലർ റൂമിലൊക്കെ കാണാൻ എത്രയോ മുസ്ലിമീങ്ങളായ ആളുകൾ കൂളായിട്ട് കാവി തുണിയാണ്, ഒരു കൂളായിട്ട് നമ്മൾ വിഷയാക്കാറില്ല. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളത് ചെയ്യല്ലേ. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ സംസ്കാരം നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്. ഇത് മറ്റു മതവിശ്വാസികളോട് വിദ്വേഷമുണ്ടാവാനല്ല. ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരാൾക്ക് പരിപൂർണമായും നിങ്ങൾ ഇസ്ലാമിനകത്തേക്ക് വരണം, പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വരണം. നിങ്ങൾ മുസ്ലിമീങ്ങളായി ജീവിക്കുന്നത് ലോകത്തിന് നന്മയെ ഉണ്ടാവൂ. മുസ്ലിമീങ്ങളായി ജീവിക്കുന്നിടത്ത് നന്മയെ ഉണ്ടായിട്ടുള്ളൂ. ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോഴാണ് ചീത്തപ്പേരുണ്ടായത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു സത്യവിശ്വാസിയെ കൊല്ലുന്നത്, ഒരു സത്യവിശ്വാസിനിയെ കൊല്ലുന്നത് അള്ളാഹുവിന്റെ കഅബാലയം കഷ്ണം കഷ്ണമായി പൊട്ടിച്ചു നശിപ്പിക്കുന്നതിനേക്കാളും ഗൗരവമാണെന്ന് കഅബാലയത്തെ നോക്കി പറഞ്ഞിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആഭാസങ്ങൾ, കൊലപാതകങ്ങൾ, എന്ത് ദൗല ഇസ്ലാമിയ, എന്ത് ഇസ്ലാമിക ഭരണമാണിത്? മുസ്ലിമീങ്ങളായ ആളുകളെ തന്നെ, ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ, സാധാരണക്കാരെ, സിവിലിയൻസിനെ മുഴുവനും വെടിവെച്ചിട്ടും ക്രൂരമായും കൊന്നുകളയുമ്പോ ഇതും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധം? ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ച നബി തങ്ങളാ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ കഅബാലയം നമ്മൾ 5 നേരം ഇന്ന് നിസ്കരിക്കുന്ന സുജൂദിന്റെ ഖിബലയായി വെക്കുന്ന, തക്ബീർ ചൊല്ലാൻ ഖിബലയാക്കി വെക്കുന്ന, കിടന്നുറങ്ങുമ്പോൾ സുന്നത്ത് കിട്ടാൻ തിരിഞ്ഞു നിൽക്കുന്ന, വുളു എടുക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യുന്ന അല്ലാഹുവിന്റെ കഅബാലയം, ആ കഅബാലയം ലയഹ്ദിമൽ കഅബത ലബിനതൻ ലബിന, കഅബയെ ഓരോരോ കല്ലുകളായി ഓരോന്നോരോന്നായി കഅബാലയം പൊളിച്ചു മാറ്റുന്നതാണ്. പൊളിച്ചു മാറ്റുന്നതിനേക്കാളും ഗൗരവമാണ് മുസ്ലിമായ ഒരു മനുഷ്യനെ, ആണോ പെണ്ണോ കുട്ടിയോ ആകട്ടെ, അവരെ വധിക്കുന്നത് കഅബാലയം പൊളിക്കുന്നതിനേക്കാളും ഗൗരവമാണെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവർക്കും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധം? എന്ത് ബന്ധമാ ഉള്ളത്? ഒരു മുസ്ലിം ഖുർആൻ പറഞ്ഞ പോലെ ജീവിക്കുമ്പോൾ മനുഷ്യർക്ക് സമാധാനം, അയൽവാസികൾക്ക് സമാധാനം, വീട്ടുകാർക്ക് സമാധാനം, നാട്ടുകാർക്ക് സമാധാനം. കിതാബല്ലാഹി വസുന്നത റസൂലിഹി വഇശ്റത റസൂലിഹി, അല്ലാഹുവിന്റെ കിതാബും നബി തങ്ങളുടെ സുന്നത്തും ഹബീബിന്റെ കുടുംബവും. അല്ലാഹു നമുക്ക് ഈ മാതൃകയിൽ മുന്നോട്ട് നീങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലില്ലേ? ഇരിക്കുന്നവരൊക്കെ എഴുന്നേൽക്കാൻ പറ്റുന്നവര് മാത്രം, ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എഴുന്നേറ്റാലും മതി. കൈകാലുകളൊക്കെ ഒന്ന് തരിപ്പൊക്കെ ഒന്ന് മാറാനാ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على محمد وعلى آل سيدنا محمد بارك وسلم عليه. മഴയുടെ സൗണ്ടിനേക്കാളും സൗണ്ട് വരണം. ചൊല്ലാൻ പറ്റുമോ? പെണ്ണുങ്ങളല്ല, ആണുങ്ങൾ ചൊല്ലിയാൽ മതി. പെണ്ണുങ്ങൾ വല്ല ചൊല്ലാം. صلوا على النبي اللهم صل على سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ ദ്വാരക്കാൻ, നമുക്ക് മഴന്റെ പ്രയാസമൊന്നും വരാതിരിക്കാൻ മനസ്സറിഞ്ഞിട്ട് ദ്വാരക്കണം. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വമനാബിത്തി ജുലൈബീബ്. വിഷമിക്കാതിരിക്കൂ, ഞാനത് ചെയ്യിച്ചു തരാമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിവാഹം നടക്കാൻ പോകുന്നു. നമ്മുടെ തൊട്ടടുത്തൊരു വിവാഹം ഉണ്ടല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈറിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹം നബി തങ്ങൾ ആലോചിച്ചു. ജുലൈബീബ് തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, ജുലൈബീബേ,
മദീനയിലെ അൻസാരികളിൽ ഇന്നാലിന്ന വീട്ടിലെ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആ പെൺകുട്ടിയുടെ ഇദ്ദയുടെ കാലാവധിയും കഴിഞ്ഞിരിക്കുന്നു. ആ പെണ്ണിന്റെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിവാഹബന്ധം ആലോചിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിന്റെ വാപ്പയെ വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ മോൾക്ക് കല്യാണം വേണ്ടേ? ആ വേണം നബിയെ. ഞാനൊരു പുതിയാപ്പിളെ തന്നാൽ ഇഷ്ടമാകുമോ? നബിയെ, അങ്ങ് തരികയാണെങ്കിൽ, അങ്ങ് പറയുകയാണെങ്കിൽ അതിനോളം ഇഷ്ടമായ മറ്റെന്തുണ്ട് നബിയെ? അങ്ങ് പറയൂ നബിയെ, പറയൂ നബിയെ. ഞങ്ങൾ പറഞ്ഞു, ജുലൈബീബ് റളിയല്ലാഹു. നിങ്ങളും വാപ്പയും സംസാരിക്കുന്ന വിഷയം ഞാൻ കേട്ടു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കൊരു പുതിയാപ്പിളെ പ്രപ്പോസൽ ചെയ്തത് നിങ്ങൾക്കും വാപ്പാക്കും ഇഷ്ടമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജുലൈബീബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ പേര് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. ജുലൈബീബ് കാണാൻ ഭംഗിയില്ലാത്ത ആളാണെന്നും കേട്ടു. എന്നാൽ വല അബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രികിൻ വലൗ അഅജബകും. അവിശ്വാസിയായ ഒരാൾ എത്ര ഗ്ലാമറുള്ള, കാണാൻ ഭംഗിയുള്ള, ശരീരപുഷ്ടിയുള്ള ആളാണെങ്കിലും ഒരു മുസ്ലിമിനെക്കാളും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കാണാൻ ഭംഗിയില്ലാത്ത ഒരു അടിമയെന്ന് സങ്കല്പിക്കുക. അടിമയായ ഒരു മുസ്ലിമല്ലേ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അതുമാത്രമല്ല ഉമ്മ, ഉപ്പ, നിങ്ങൾ മറന്നുപോയോ വിശുദ്ധ ഖുർആൻ പറയുന്നത്? وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. ഉമ്മ, ഉപ്പ, അള്ളാഹുവിന്റെ കലാമല്ലേ പറഞ്ഞത്? വിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്? അള്ളാഹും അവന്റെ റസൂലും ഒരു വിഷയം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു അഭിപ്രായം അള്ളാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനത്തെക്കുറിച്ച് മറുത്തൊന്ന് പറയാൻ പാടില്ല. അതാണ് സത്യവിശ്വാസി. അങ്ങനെയാണ് മുഅ്മിൻ. അങ്ങനെയാണ് മുഅ്മിനായ മുസ്ലിമായ ആയിക്കോട്ടെ. അള്ളാഹുവിന്റെ റസൂലല്ലയോ ഉമ്മ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞത് ഖൈറല്ലയോ ഉമ്മ? അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കണ്ട. എനിക്ക് ജുലൈബീബിനെ നിങ്ങൾ വിവാഹം ചെയ്യിച്ചു തന്നാൽ എനിക്കത് പൊരുത്തമാണ് എന്ന് അന്നത്തെ മോഡേൺ ചിന്താഗതി ഉണ്ടായിരുന്ന ഒരു ഉമ്മയെ, വാപ്പയെ തിരുത്തി കൊടുത്ത മുഅ്മിനത്തായ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയാണ് ഉമ്മത്തിന് മാതൃകയായവൾ. ആ പൊന്നുമോളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ അനുസരിക്കണമെന്ന് ഉമ്മയോട് വാപ്പയോട് തിരുത്തി കൊടുത്തത്. നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ ആൺമക്കളും നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഉപ്പമാരും ഈ രീതിയിൽ അള്ളാഹും അവന്റെ റസൂലും കൊണ്ടുവന്ന പ്രപ്പോസൽ എങ്ങനെയോ ആ രീതിയിൽ നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ ഈ ഉമ്മത്തിന് അള്ളാഹു ഇസ്സത്ത് തരും. കുടുംബങ്ങളിൽ അള്ളാഹു സന്തോഷം തരും. ما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون الخيرة بباين بذنغل പറയുമായിരുന്നു إذا أتاكم من ترضون دينه وأمانته فزوجوه إلا تكن فتنة في الأرض وفساد عريض. ഇപ്പൊ നാട്ടിലൊന്നും കാണുന്നില്ല, ടൗണിലൊക്കെ അല്ലെ? കേരളം വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ മദ്രാസിലോ ബോംബെയിലോ ബാംഗ്ലൂരിലോ ഒക്കെ ഇഷ്ടംപോലെ ഓവുചാലിന്റെ അടിയിൽ നിന്ന് അങ്ങനെ പൊങ്ങി വരുന്നത് കാണാം, സൊഫ് സൊഫായിട്ട് അല്ലെ, പന്നിക്കൂട്ടങ്ങൾ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാറില്ലല്ലേ? കണ്ണൂർ ടൗണിലൊന്നും ഇല്ലല്ലോ, കാണുന്നില്ല. മാഷാ അല്ലാഹ്, നമ്മുടെ കേരളത്തിൽ വൃത്തിയുണ്ടെന്നതിന്റെ ഒരു അടയാളമാണത്. അൽഹംദുലില്ലാഹ്. വലിയ അർബൻ ടൗൺഷിപ്പ് ഒക്കെ ആകുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് കൂട്ടമായിട്ട് പന്നികള് അഴുക്കുചാലിലൂടെ ജീവിക്കുന്ന കാഴ്ചകൾ നമുക്ക് എമ്പാട് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൂടെ യാത്ര ചെയ്താൽ ഒരുപാട് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു പന്നി ചെളിയിൽ മുങ്ങി, കറുത്ത ദുർഗന്ധമുള്ള ചെളിക്കാണ് ആ ചെറുപ്പക്കാരെ കുറ്റം പറയല്ല. ഇവരൊക്കെ നല്ലവരാണ്, ഒരുപാട് നന്മയുള്ളവരാണ്. പക്ഷേ ആരോഗ്യമുള്ള സമയമാണ്, ചോരത്തിളപ്പിന്റെ കാലമാണ്, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത സമയം. ഭ്രാന്തമായ ചിന്തകൾ മനസ്സിലൂടെ പിശാച് കടത്തിവിടുന്ന നേരമാണ്. ഒരു അന്യ പെണ്ണിന്റെ കൂടെ ഒറ്റക്ക് ഒരു സ്ഥലത്തായി കഴിഞ്ഞാൽ വാർത്തകളൊന്നും കേൾക്കാതെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ ജില്ലകളിലും എല്ലാ മഹല്ലുകളിലും എല്ലാ പഞ്ചായത്തുകളിലും കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ ഇങ്ങ് വടക്കേ അറ്റം വരെ നമ്മുടെ നാടുകളിലൊക്കെ അടക്കിപ്പിടിച്ച പരസ്യമായ രഹസ്യങ്ങൾ ഒരുപാടുണ്ട്. എത്രയോ നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സത്യവിശ്വാസന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് ഖുറൈശി പെണ്ണായിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു. ഖുറൈശികളും ശ്രേഷ്ഠത ഞാൻ കണ്ടിട്ടില്ല.
വലാ അശദ്ദ തസ്ദീഖൻ ലികിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പോലെ നടപ്പിലാക്കുന്ന പെണ്ണുങ്ങളെ, അൻസ്വാരി പെണ്ണുങ്ങളെ അല്ലാതെ ഞാൻ കണ്ടില്ല. ശുദ്ധ ഖുർആൻ ഇറങ്ങി വരുന്നു, അവരുടെ വേഷവിധാനത്തിന്റെ അച്ചടക്കം പഠിപ്പിച്ചുകൊണ്ട് ആയത്തിറങ്ങുന്നു. പെണ്ണുങ്ങൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് കുറക്കുന്ന വസ്ത്രം അവർ നേരെ നെഞ്ചിലേക്ക് താഴ്ത്തിയിടേണ്ടതാണ്. തലമറക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ നെഞ്ചും മറയണം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അവരുടെ ഹിമാർ വസ്ത്രം നെഞ്ചിലേക്ക് താഴ്ന്നു വരണം. നെഞ്ചു മറയുന്നത് തലമറക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെയാവണം, മുഖം മറക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെയാവണം. അങ്ങനെ ഒരു ആയത്തിറങ്ങിയപ്പോൾ ആണുങ്ങൾ, പുരുഷന്മാർ, ഭർത്താക്കന്മാർ ഈ ആയത്ത് പെണ്ണുങ്ങൾക്ക് പെണ്ണ് നടക്കുമ്പോ മതിലിനോട് ചാരി നടന്നിട്ട് അവരുടെ വസ്ത്രങ്ങൾ മതിലുകളിൽ കുളത്തി വലിക്കാറുണ്ടായിരുന്നുവെന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അത്രക്കും തങ്ങളത് പറഞ്ഞു, അങ്ങനെ അംഗീകരിച്ചു. ഈ സ്വഭാവങ്ങൾ നമ്മുടെ പെണ്ണുങ്ങളിലും നമ്മുടെ സഹോദരിമാരിലും കാണപ്പെടണം. അല്ലാഹുവും റസൂലും അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാഹു നമുക്കതിനെ തൗഫീഖ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. صلاة ചൊല്ലുമ്പോൾ ഓട്ടോമാറ്റിക് നിൽക്കാൻ പറ്റുന്നവർ നിൽക്കുക. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കൈയും കാലൊക്കെ ഒന്ന് പൊടഞ്ഞു നോക്കി. നേരാലേ ഇരിക്കുന്നേ. അൽഹംദുലില്ലാഹ്. കാലിന്റെ തെരുപ്പൊക്കെ മാറിയാൽ ഇരുന്നോളി എന്നുള്ളൊരു സുഖം. ഇത് പെങ്ങളെക്കാളും കെയർ ഉള്ളതാണ്. കുഴപ്പമില്ലല്ലോ, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. ഇൻഷാ അല്ലാഹ്. ഇരിക്കും. ജസാക്കുമുല്ലാഹ് ഖൈർ. اللهم حوالينا ولا علينا. اللهم على الأكام والجبال ومنابت الشجر. اللهم حوالينا ولا علينا. اللهم على الأكام والجبال ومنابت الشجر. اللهم حوالينا ولا علينا. اللهم على الأكام والجبال ومنابت الشجر. ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ മദീനത്തെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ആദ്യത്തെ അടയാളവും അവരിൽ ഏറ്റവും നല്ല മതിപ്പ് മഹദിക്കുണ്ടാവാൻ കാരണമായതും തസ്ദീഖുൽ ലികിതാബില്ലാഹ്. അല്ലാഹു എന്തു പറഞ്ഞുവോ അതപ്പടി നടപ്പാക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്നു. മദീനത്തെ മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയിലേക്ക് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അന്ന് പക്ഷേ നേരം ഒരൽപ്പം വൈകിയാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്ന സ്വഹാബി വരുന്നത്. നേരം ഒരൽപ്പം വൈകിയിട്ടുണ്ട്. ജുമുഅ തുടങ്ങിയിട്ടുണ്ട്. ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബാക്കിൽ കുറെ ആളുകൾ ഇങ്ങനെ ഇടം കിട്ടാതെ, ഇരിക്കാൻ സൗകര്യമില്ലാതെ, മദീനത്തെ അന്നത്തെ ചെറിയ പള്ളിയല്ലേ, സ്വഹാബിമാരിങ്ങനെ നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ അവരോട് പറഞ്ഞു, തങ്ങൾ ഇരിക്കുന്നവരോട്, നിൽക്കുന്ന ആളുകളോടൊക്കെ പറഞ്ഞു, ഇജ്ലിസൂ, നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ടവർ പള്ളിയുടെ മുറ്റത്തെ എത്തിയിട്ടുള്ളൂ. അപ്പോഴാണ് ഇജ്ലിസൂ, ഇരിക്കുക എന്ന് നബി തങ്ങൾ പറയുന്നത്. കേട്ടത് പരമാർത്ഥം. പള്ളിയിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ ആ വഴിയിൽ തന്നെ ഇരുന്നു അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഇജ്ലിസൂ എന്നല്ലേ പറഞ്ഞു, ഇരിക്കാനല്ലേ നബി തങ്ങൾ പറഞ്ഞത്. ഇത് ആരോട്, എന്തോ, എന്തിന് എന്നൊന്നും ബഹുമാനപ്പെട്ടവർക്കറിയില്ല. ഹബീബ് ഇരിക്കാൻ പറഞ്ഞു. എന്നാൽ ഞാൻ ഇരിക്കുകയാണെന്ന് പറയുകയും പള്ളിയുടെ മുറ്റത്ത് തന്നെ ഇരിക്കുകയും ചെയ്തു അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. എന്താണ് ആ സ്വഭാവം? തങ്ങൾ പറഞ്ഞോ, ഞാൻ അംഗീകരിച്ചു. പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടത്തെ ഖതീബുമാർ, ഉസ്താദുമാർ, അവർ അള്ളാഹുവിന്റെ ദീനിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ. നമ്മുടെ മഹല്ലുകളിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോ അവരുടെ നിർദ്ദേശം അള്ളാഹുവിന്റെ ദീനിന്റെ നിർദ്ദേശങ്ങളായി
അവർ നൽകുന്ന ഉപദേശങ്ങൾ അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞതിന് വിരുദ്ധമല്ലേ? നമ്മൾ അവരെ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ്. ഉദാഹരണം പറയാം, ഓരോരുത്തരും അഭിപ്രായം പറയരുത്. ഒന്നിനേക്കാളും മെച്ചപ്പെട്ട അഭിപ്രായം വേറെയുണ്ടാകും, ഒരാളിന്റെ ചിന്താഗതിയെക്കാളും മെച്ചപ്പെട്ടത് വേറെയുണ്ടാകും. എന്നാലും ഒരു നേതൃത്വത്തെ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും ആ നേതാവ് പറഞ്ഞതിനേക്കാളും ഉത്തമമായ വേറെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അവിടെ വിഘടനമില്ലാതിരിക്കുകയും പരസ്പരം തമ്മിൽ തല്ലാതിരിക്കുകയും പരസ്പരം എതിരഭിപ്രായം കാണിക്കാതിരിക്കുകയും അവിടെ വാക്കൗട്ട് നടത്താതിരിക്കുകയും അവിടെ എഴുന്നേറ്റ് പോയി അപമാനിക്കാതിരിക്കുകയും ചെയ്ത് ഒരു നേതൃത്വത്തെ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തെക്കാളും ഈ അഭിപ്രായം ഒരൽപ്പം താഴെയാണെങ്കിൽ തന്നെയും ഇമാറത്ത് അംഗീകരിച്ചതിന്റെ പേരിൽ അള്ളാഹു ഈ ഉമ്മത്തിനതിൽ ബറക്കത്ത് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാളും മെച്ചപ്പെട്ട അഭിപ്രായമൊക്കെ വേറെ ഉണ്ടായിരിക്കാം, പക്ഷേ ഒരു നേതൃത്വം അംഗീകരിക്കുമ്പോൾ അള്ളാഹു അതിലൊരു ബറക്കത്ത് തരും. ലാ തജ്തമിഉ ഉമ്മത്തി അലാ ളലാലഹ്, എന്റെ സമൂഹം മൊത്തമായി ചെയ്യുന്ന ഒരു വിഷയം ഒരിക്കലും വഴിപിഴച്ചതാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോഴാ ഇജ്ലിസു, ഇരിക്കണേ എന്ന് പറയുന്നത്. കേട്ടത് പരമാർത്ഥം അവിടെ ഇരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ സ്വഹാബികൾ പറഞ്ഞു, നബിയേ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ കടന്നു വരുമ്പോ അങ്ങ് എന്താണ് പറഞ്ഞത് എന്ന് അറിയാതെ ബഹുമാനപ്പെട്ടവർ അങ്ങ് ഇജ്ലിസു എന്ന് പറഞ്ഞപ്പോഴേക്കും പള്ളിയുടെ മുറ്റത്തങ്ങ് ഇരുന്നു നബിയേ എന്ന് പറഞ്ഞു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താണെന്നറിയണമേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സാദഖല്ലാഹു ഹിർസാ അലാ തവാഇയത്തില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാനുള്ള ഈ ആഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് വർദ്ധിപ്പിച്ചു തരട്ടെ. സാദഖല്ലാഹു ഹിർസാ അലാ തവാഇയത്തില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാനുള്ള ഈ വല്ലാത്തൊരാഗ്രഹം നിങ്ങൾക്ക് അള്ളാഹു എമ്പാടും വർദ്ധിപ്പിച്ചു തരട്ടെ. നിങ്ങളത് പറഞ്ഞു, അങ്ങ് ചെയ്തു. ഹബീബായ നബി തങ്ങൾ അന്ന് ചെരുപ്പടിച്ചു വെച്ചുകൊണ്ട് നിസ്കരിച്ചു. ചെരുപ്പ് ത്വാഹിറാണെങ്കിൽ, ശുദ്ധമാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു മണ്ണിൽ നിസ്കരിക്കുകയാണെന്ന് വിചാരിക്കുക, പള്ളിക്കകത്തല്ല, ചെരുപ്പിട്ടുകൊണ്ട് ഒരാൾ നിസ്കരിച്ചാലും നിസ്കാരം സഹീഹാവുമെന്നാണ് ഫുഖഹാഇന്റെ അഭിപ്രായങ്ങളിൽ കാണാൻ കഴിയും. ഹബീബായ നബി തങ്ങൾ നിസ്കരിച്ചപ്പോൾ അന്ന് ചെരുപ്പഴിച്ചു വെച്ചു. ചെരുപ്പഴിച്ചു വെച്ചപ്പോ സ്വഹാബികൾ മുഴുവനും ചെരുപ്പഴിച്ചു വെച്ചു. നബി തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങളത് ചെയ്യാൻ കാരണം? അവർ പറഞ്ഞു, നബിയേ, റഅയ്നാക ഖലഅത നിആലക, അങ്ങ് ചെരുപ്പഴിച്ചത് കണ്ടു നബിയെ, ഞങ്ങൾ അതങ്ങ് ചെയ്തു. അങ്ങ് ചെയ്തപ്പോ ഞങ്ങൾ ചെയ്തതാണ്. ഞങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോ, എന്റെ ചെരുപ്പുകൾക്ക് വൃത്തിയില്ല എന്നറിഞ്ഞപ്പോ ഞാൻ അതുകൊണ്ട് മാറ്റിവെച്ചതാണ്. വൃത്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് മാറ്റിവെക്കേണ്ടതില്ലായിരുന്നല്ലോ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തപ്പോഴേക്കും സഹാബത്ത് ചെയ്തു. ഹബീബായ നബിയെ ഇങ്ങനെ ഇത്തിബാ ചെയ്തപ്പോഴാണ് നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അല്ലാഹു അഭിമാനം നൽകിയവരാണ് മുസ്ലിമീങ്ങൾ. ഈ അനുസരണ, അല്ലാഹുവിന്റെ നിയമം അങ്ങനെയാണെങ്കിൽ ഞാനത് സ്വീകരിച്ചു എന്ന് പറയുന്നത്, അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ അന്ന് അഹ്സാബ് യുദ്ധം നടക്കുമ്പോൾ, ഖന്തഖിന്റെ ഭാഗമായ അഹ്സാബ് യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മദീനയിലെ രണ്ട് സഅദുമാരെ വിളിച്ചു. സഅദ് ഇബ്നു അബീ വഖാസ് എന്നവരെയും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെയും രണ്ടുപേരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സഅദേ, എന്റെ ഒരു അഭിപ്രായം ഈ യുദ്ധം ഒഴിവായി കിട്ടാൻ വേണ്ടി മദീനയുടെ വിഭവങ്ങളിൽ, മദീനയുടെ പഴവർഗ്ഗങ്ങളിൽ നിന്ന്, മദീനയിൽ കായ്ക്കുന്ന മരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫലം അതിന്റെ 1/3, 1/3 ഈ മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാർക്ക് കൊടുത്ത് നമ്മൾ അങ്ങ് യുദ്ധം ഒഴിവാക്കിയാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങൾ ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്സാബ് യുദ്ധം നടക്കുന്നു, ദി ബാറ്റിൽ ഓഫ് കോൺഫെഡറേറ്റ്സ്. കാരണം ഒരുപാട് ആളുകൾ, ഒരുപാട് സംഘം, ജൂതന്മാർ അതിലുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതിൽ മക്കയിലെ മുശ്രിക്കീങ്ങളുണ്ട്, മതമില്ലാത്തവരുണ്ട്, എല്ലാവരും ഒരുമിച്ച് അള്ളാഹുവിന്റെ റസൂലിനെതിരെ, സ്വഹാബത്തിനെതിരെ മദീനയെ ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്. ആ യുദ്ധം
എന്തെങ്കിലും ഒരു നന്മ ചെയ്തുകൊണ്ട് ഒഴിവാക്കണമെന്നാണ് ഹബീബിന്റെ ആഗ്രഹം. യുദ്ധം നടത്തണമെന്നല്ല റസൂലിന്റെ ആഗ്രഹം. ചോര ചിന്തണമെന്നല്ല ഹബീബ് പഠിപ്പിച്ചത്. ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിൽ നിന്ന് പ്രഗത്ഭരായ 2 സഅദ്മാരോടാ ചോദിച്ചത്. സഅദ്മാരെ, സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു അബീ വഖാസ്, എന്താ അഭിപ്രായം? മദീനയുടെ ഈത്തപ്പഴത്തിന്റെ വരുമാനത്തിന്റെ 1/3 മുശ്രിക്കീൻ കൊടുത്ത് അവരുടെ നേതാക്കന്മാർക്ക് കൊടുത്തിട്ട് അവരെ ഇന്ന് യുദ്ധം ഒഴിവാക്കിയാലോ? ആണോ? അതല്ല, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രപ്പോസൽ ചെയ്യാണ്. എന്താണ് നബി ഇത്? അവര് പറഞ്ഞു, ഹബീബായ തങ്ങൾ പറഞ്ഞു, ബൽ ശൈഉൻ നസ്നഉഹു ലക്കും, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. ഇത് എന്റെ ഒരു തീരുമാനമാണ്. ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല, പക്ഷെ നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ എന്റെ അഭിപ്രായം ഇതാണ്. ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഅദ് ഇബ്നു മുആദ് എന്നവർ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങളും ഇവരും ഒരുപോലെ വിഗ്രഹങ്ങളെ, ബിംബങ്ങളെ ആരാധിച്ചവരാണ്. ഒരുപോലെ ഞങ്ങളും അവരും വിഗ്രഹങ്ങളെ ആരാധിച്ച് ജീവിച്ച്. ഫമന്നല്ലാഹു അലൈനാ ബിൽ ഇസ്ലാം, അല്ലാഹു ഞങ്ങൾക്ക് ഇസ്ലാം തന്നു നബിയേ. ഞങ്ങൾ മുസ്ലിമീങ്ങളായി, അവര് കുഫറിലാണ്. ഹബീബായ നബിയേ, അവർക്ക് മദീനയിൽ നിന്ന് വല്ലതും തിന്നേണമെങ്കിൽ അവർ ഞങ്ങളുടെ അതിഥികളായി വരണം, അല്ലെങ്കിൽ അവർ ഞങ്ങളിൽ നിന്ന് പൈസ തന്നു വാങ്ങിക്കണം. അഫഹീന അക്രമനല്ലാഹു ബിൽ ഇസ്ലാം വഅസ്സനാ ബിഹി വബിക നുഅതീഹിം അംവാലനാ. നബിയേ, കുഫറിലായിരുന്ന കാലത്ത് തന്നെ ഞങ്ങളും അവരും ബഹുദൈവ വിശ്വാസികളായിരുന്നപ്പോ മദീനയുടെ സമ്പത്ത് ഞങ്ങൾ അവർക്കാർക്കും കൊടുത്തിട്ടില്ല. അവർ അതിഥികളായി വരുമ്പോൾ ഞങ്ങൾ കൊടുക്കും ആതിഥ്യ മര്യാദ. പിന്നെ അവർ ഞങ്ങളിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കും. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെയാണ്. മുസ്ലിമീങ്ങളായതിന്റെ ശേഷം അള്ളാഹു ഞങ്ങളെ ഇസ്ലാം കൊണ്ടും അങ്ങയെ തന്നുകൊണ്ടും ആദരിച്ചതിന്റെ ശേഷം നോക്കണം, അള്ളാഹുവിന്റെ റസൂലിനെയാ പറയുന്നത്, നബിയെ, നിങ്ങളെ അള്ളാഹു ഞങ്ങൾക്ക് തന്നത് അള്ളാഹു ഞങ്ങൾക്ക് തന്ന അഭിമാനമാണ്. എന്നിട്ട് ഞങ്ങൾ ഈ നീചമായ നിന്ദ്യമായ രീതിയിൽ അവരോട് അടിയറവ് പറയേണ്ടതുണ്ടോ നബിയെ? എന്തിനാ നബിയെ നമ്മളതിന് നിൽക്കുന്നത്? അല്ലാഹുവിന് വേണ്ടി ജീവസമർപ്പണം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് നബിയെ, അത് ചെയ്യണ്ട എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനമല്ല, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ അതിനു വേണ്ടി ഹബീബായ നബി തങ്ങൾക്ക് മറുപടി കൊടുത്തതാ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. എന്താണ്? അള്ളാന്റെ വിഷയമാണോ, ഹബീബിന് ഇഷ്ടമാണോ, പിന്നെ അവിടെ അപ്പീലില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഹബീബ് പ്രപ്പോസൽ ചെയ്യുകയാണോ എങ്കിൽ ഞങ്ങൾ അഭിപ്രായം പറയാം. അങ്ങനെയാണ് അഹ്സാബ് യുദ്ധമുണ്ടാകുന്നത്. ഹുനൈൻ യുദ്ധം നടന്ന സമയം, മക്ക വിജയത്തിന് ശേഷം മുസ്ലിമീങ്ങളായ ആളുകളിൽ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സമയം ഹുനൈൻ യുദ്ധം നടക്കുകയും ഒരു ഇന്നോവ കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 4 വീലോ ഒരു XUV എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങനെ കണക്കാക്കണം. അത്രയും ലോഡ് താങ്ങുന്ന, യാത്ര ചെയ്യാൻ പറ്റുന്ന, വളരെ കൂടുതൽ മരുഭൂമിയിൽ യാത്ര, അന്നൊക്കെ ഓഫ് റോഡ് പോകണ ഒട്ടകം തന്നെ വേണ്ടേ? അപ്പൊ അന്നത്തെ 4 വീലാണ് ഇപ്പൊ ഈ ഒട്ടകം. ഒരാൾക്ക് 100 ഒട്ടകം വീതം കിട്ടിയെന്നാ പറഞ്ഞത്. അപ്പൊ എത്രയായിരിക്കും ആ സമ്പത്ത്? യുദ്ധത്തിൽ കൂടിയ ആളുകൾക്ക് ഒരാൾക്ക് 100 വീതം ഒട്ടകം. അല്ലാഹുവിന്റെ ഹബീബ് അതൊക്കെ ഓഹരി വെച്ച് കൊടുത്തത് ആർക്കാണെന്നറിയോ? ഇന്നലെ വരെ ഇസ്ലാമിലായി നിന്ന് ഇന്ന് മുസ്ലിമായി വന്ന, അല്ലെങ്കിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിമായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ കൊടിയ മുശ്രിക്കുകളായ ആളുകൾക്ക് ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു, അബൂ ജഹലിന്റെ മോൻ, അവർ അവസാന കാലഘട്ടങ്ങളിലാണ് മുസ്ലിമായത്. അന്നത്തെ ഇസ്ലാമിന്റെ വിരുദ്ധ പക്ഷത്തു നിന്ന് പോരാടിയിരുന്ന ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങളായി വന്നതിൽ പിന്നെ ഹബീബായ നബി തങ്ങൾ സമ്പത്തെല്ലാം വാർപൂച്ചിയായി കിട്ടിയ, യുദ്ധം മുതലായി കിട്ടിയ സമ്പത്ത് മുഴുവനും ഇസ്ലാമിലേക്ക് അടുത്ത് കടന്നു വന്ന മക്കക്കാർക്ക് മുഴുവനും വീതിച്ചു കൊടുത്തു. അപ്പം മദീനക്കാരായ അൻസ്വാരികൾ കൂടെയുണ്ട്, ഹബീബിന്റെ കൂടെയുണ്ട്. അവരാണ് യുദ്ധം ചെയ്തത്. അവരാണ് നബി തങ്ങളെ 10 കൊല്ലം മദീനയിൽ താമസിപ്പിച്ചത്. അവരാണ് ഹബീബായ നബി തങ്ങളുടെ കൂടെ നിന്ന് പോരാടിയത്. ബദറിലും ഉഹദിലും ഖന്തഖിലും ഒക്കെ, ഹുനൈനിലും അവരാണ് പോരാടിച്ചവരൊക്കെ പേടിച്ചോടിയവരാണ്.
എന്നിട്ട് അവരിൽ ഒരാൾക്ക് പോലും ഒരൊട്ടകമോ ഒരാടോ ഒന്നും കൊടുത്തില്ല റസൂലുള്ളാഹി തങ്ങൾ. കൊടുത്തത് മുഴുവനും പുതുതായി മുസ്ലിമീങ്ങളായ ആളുകൾക്ക്. സ്വഹാബത്തിനിടയിൽ മുറുമുറുപ്പുണ്ടായി. അൻസ്വാരികളായ ആളുകൾ പലതും പറയാൻ തുടങ്ങി. ചില ആളുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോ, മക്ക നബിയുടെ നാടല്ലേ, നബി തങ്ങൾ ജനിച്ചു വളർന്ന പ്രദേശമല്ലേ, സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോ നമ്മൾ മദീനക്കാരെ നബി തങ്ങൾ മറന്നുവല്ലോ, നമുക്കൊന്നും തന്നില്ല, നബി തങ്ങൾക്ക് നാട്ടുകാരെ തന്നെയാണ് ഇഷ്ടം. ചില ആളുകൾ പറയാൻ തുടങ്ങി. ഹബീബായ നബിയുടെ ചെവിയിലേക്ക് വിഷയമെത്തുന്നു, നബിയേ, മൻസ്വാരികളായ മദീനക്കാരായ ആളുകൾക്ക് ഇത് ഇഷ്ടമായിട്ടില്ല നബിയെ അങ്ങ് ചെയ്തത്. നബി തങ്ങൾ പറഞ്ഞു, നാദിൽ അൻസ്വാർ, അൻസ്വാരികളെ മുഴുവനും വിളിച്ചു കൊണ്ടുവരണം, എല്ലാവരോടും ഇപ്പോഴേ എന്റെ മുമ്പിൽ വരാൻ പറയണം, എല്ലാ മദീനക്കാരും വരണം. എല്ലാവരും വന്നു. ഏതെങ്കിലും മുഹാജിറുകൾ അതിനിടയിലൂടെ വരികയാണെങ്കിൽ തടഞ്ഞു വെക്കണ്ട, അവരും വന്നോട്ടെ. എല്ലാവരും വന്നിരുന്നു. ഞങ്ങൾ ചോദിച്ചു, എല്ലാവരും എത്തിയോ? സഅദ് റളിയല്ലാഹു അൻഹുവാണ് നേതാവ്. സഅദേ, മാ മഖാലത്തുൻ വസലത്നി, എന്റെ ചെവിയിൽ കേട്ട ആ വർത്തമാനങ്ങൾ എന്താണ് സഅദേ? പറഞ്ഞു, നബിയേ, ഞങ്ങളിലെ താഴേക്കിടയിലുള്ള കുറച്ച് ചെറുപ്പക്കാരാണ് പറഞ്ഞത്, മുതിർന്ന ആളുകളല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത് സഅദേ? നബിയെ, അവര് പറഞ്ഞത്, ഞങ്ങൾ നബിയുടെ കൂടെ യുദ്ധം ചെയ്ത ആളുകളല്ലേ, ഞങ്ങളല്ലയോ ഹബീബിനെ സംരക്ഷിച്ചവര്, ഞങ്ങളല്ലേ ഹബീബിനെ ത്വലഅൽ ബദ്റു അലൈനാ എന്ന് പാട്ടുപാടി മദീനയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത്. ആ മദീനയിൽ നിന്ന് മക്കയിലേക്ക് നമ്മളിപ്പോ വന്നു. മക്ക അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മനാടാണ്. മക്കയിലാണ് കഅബയുള്ളത്. മക്കം ഫതഹാവുകയും കഅബാലയം ശുദ്ധിയാവുകയും മക്ക ഇസ്ലാമിന്റെ കീഴിലേക്ക് വരികയും ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂല് സ്വന്തം നാട്ടുകാരെ കണ്ടപ്പോ നമ്മളെയൊക്കെ മറന്നുപോയല്ലേ എന്ന് നബിയെ ഞങ്ങളിൽ വളരെ ചെറുപ്പക്കാരായ ചില ആളുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. നബിയെ, മുതിർന്ന ഞങ്ങളൊന്നുമല്ല പറഞ്ഞത്. സഅദേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സഅദ് തങ്ങൾ പറഞ്ഞു, നബിയെ, വഅന റജുലുൻ മിൻ ഖൗമി, ഞാൻ എന്റെ ഖൗമിൽപ്പെട്ട ഒരാൾ തന്നെയല്ലേ നബിയെ, അവര് പറയുന്നത് തന്നെയാണ്, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല നബിയെ, പറഞ്ഞത് ചെറുപ്പക്കാരാ, പക്ഷെ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലിരിപ്പ് അങ്ങനെ തന്നെയാണ്. നബി എന്തേ നമുക്കൊന്നും തരാതിരുന്നത്? നബി എന്തേ ഞങ്ങളോട് പിണങ്ങിയത്? ഒന്നുമല്ല, ഹബീബിന്റെ കൈ കൊണ്ടൊന്ന് കിട്ടുക എന്ന ബറക്കത്ത് അൻസ്വാരികൾ എന്നും ആഗ്രഹിച്ചതാ. ഹുനൈനിൽ ഒന്നും കൊടുത്തില്ല നബി തങ്ങൾ. ഞങ്ങൾക്കും വിഷമായി, അൻസ്വാരികൾക്കും വിഷമായി. നബി തങ്ങൾ എല്ലാരും വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങൾ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവൂലേ, ചിലപ്പോ മഹല്ലത്തിൽ ഉണ്ടാവും. നമ്മുടെ എന്താ പറയല്, ജനറൽ ബോഡിയിലൊക്കെ ചിലർ പൊട്ടിത്തെറിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന, സൗമ്യമായി സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളെ അള്ളാഹുവിന്റെ ഭൂമിയിലുള്ളൂ. ഏതെങ്കിലും ഒരാൾ ഒന്ന് ചൂടായി സംസാരിക്കുമ്പോഴേക്കും വേറെ ആൾ ചൂടാവുക വേണ്ട. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹിന്റെ പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി, എല്ലപ്പോ പള്ളി കമ്മിറ്റി എന്നൊക്കെ പറയണത്, നമുക്കതിന്റെ പേരിൽ പിന്നെ പോലീസിനെ ഏൽപ്പിക്കുക, പോലീസിന്റെ കാവൽ ആവശ്യമായിട്ട് വരിക. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന പള്ളിയിൽ പോലീസിന്റെ കാവല് ഒക്കെ ഉള്ളിലൂടെ ആലോചിച്ച വലിയ അപമാനമാണ്, മാനക്കേടാണ്, വലിയ പ്രശ്നങ്ങളാണ്. അതൊന്നും ഉണ്ടാവരുത്. അള്ളാഹു നമ്മുടെ നാട്ടിൽ ഐക്യവും സ്നേഹവും സമാധാനവും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ. അതിനുവേണ്ടി ദുആഇരുന്നോളി. ജുമാക്ക് പള്ളിക്ക് മുമ്പ് തന്നെ വേറെ ജുമാഅത്ത് പള്ളി, പള്ളിന്റെ മുമ്പ് തന്നെ വേറെ പള്ളി, മദ്രസക്ക് മുമ്പ് തന്നെ വേറെ മദ്രസ, അങ്ങനെയൊക്കെ സർവ്വ മഹല്ലുകളിലും ഫിത്ന ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ലോബി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഉടനീളം സമാധാനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലത്തും ഫിത്നയാക്കാൻ കമ്മിറ്റികളിൽ കയറിപ്പറ്റ ഞങ്ങൾ വേണം, ഞങ്ങൾക്കും ഭരിക്കണം, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ എന്തിന് തകരാറിലാക്കണം? ആർക്ക് വേണ്ടിയാണിത്? അങ്ങനെ ജുമുഅ കേൾക്കുന്നിടത്ത് തന്നെ അടുത്ത ജുമുഅ തുടങ്ങുന്നു. പള്ളിയുടെ മുമ്പിൽ തന്നെ പള്ളി. ഒന്നും അല്ലാഹ് സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, നിലവിലുണ്ടായിരുന്ന ഒരു ജുമുഅ ഉണ്ടായിരിക്കെ തൊട്ടടുത്തൊരു ജുമുഅ ഉണ്ടായാൽ പുതുതായി വരുന്ന ആ ജുമുഅ സ്വീകരിക്കില്ല എന്ന വിഷയം 100% ഉറപ്പാണ്. ജുമുഅ കിട്ടൂല, അവർക്ക് ളുഹറും കിട്ടൂല, അവർക്ക് ആ നിസ്കാരം നഷ്ടപ്പെടുത്തിയതിന്റെ കുറ്റമാണ് ഉണ്ടാവുക. പള്ളിയല്ലേ, ബാങ്കല്ലേ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മത്തിന്റെ ഐക്യം അതിലും വലുതാണ്. അല്ലാഹു തആല നമ്മെ സമാധാനത്തിലാക്കി തരട്ടെ. എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും കൂടിയിരുന്ന് സമാധാനപരമായി പരിഹരിക്കുക.
മുറുമുറുപ്പ് പറയാതെ, പരസ്പരം നമ്മൾ വൈരാഗ്യത്തോടുകൂടെ സംസാരിക്കാതെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. നബി തങ്ങൾ വിളിച്ചു അൻസ്വാരികളെ, എല്ലാവരും വന്നിരിക്കാൻ. നൂറുകണക്കിന് ആളുകൾ, 1000-ഓളം ആളുകൾ അൻസ്വാരികൾ തന്നെയുണ്ട്. അവരോടാ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞതോ വിചാരിച്ചതോ ഞാൻ അറിഞ്ഞു. സ്വന്തം നാട്ടുകാരായ എന്റെ മക്കക്കാരെ കണ്ടപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുകയും നിങ്ങൾക്ക് നൽകാതിരിക്കുകയും ചെയ്തതിൽ നിങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ഞാനല്ലയോ അള്ളാഹുവിന്റെ ദൂതനായി നിങ്ങളിലേക്ക് വന്നത്? ഔസ് ഖസറജായി 2 ഗോത്രമായി നിങ്ങൾ തമ്മിൽ തല്ലിയപ്പോ നിങ്ങളെ ഒരുമിപ്പിച്ചത് ഞാനല്ലയോ? വലായാ റസൂലല്ലാഹ് വലില്ലാഹിൽ മിന്നത്തു വലിറസൂലിഹി, അല്ലാഹുവിനും അവന്റെ റസൂലിനും തന്നെയാണ് ഞങ്ങൾക്ക് ഉപകാരം ചെയ്തതിന്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെയാണ്. കുൻതും ദുല്ലാലൻ വഹദാകുമുല്ലാഹു ബി, നിങ്ങൾ വഴിതെറ്റി ജീവിച്ചപ്പോൾ അല്ലാഹു അല്ലയോ ഞാൻ കാരണം നിങ്ങൾക്ക് ഹിദായത്ത് തന്നത്? ബലായാ റസൂലല്ലാഹ് വലില്ലാഹിൽ മിന്നത്തു വലിറസൂലിഹി, ആ ഉപകാരം ചെയ്തത് അല്ലാഹുവും റസൂലും തന്നെയാ നബിയെ, സംശയമില്ല. നിങ്ങൾ അപമാനിതരായി ജീവിച്ചിരുന്ന കാലത്ത് എന്നെ കൊണ്ടല്ലേ അല്ലാഹു നിങ്ങൾക്ക് അഭിമാനം തന്നത്? തീർച്ചയായും നബിയെ, ബലായാ റസൂലല്ലാഹ് വലില്ലാഹിൽ മിന്നത്തു വലിറസൂലിഹി. തങ്ങൾ ഇതൊക്കെ പറഞ്ഞു അവരിങ്ങനെ കേൾക്കുകയാണ് മിണ്ടാതെ. അതേ നബിയെ തങ്ങൾ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. വലഇൻ ഖുൽതും വലസദഖ്തും വലസുദ്ദിഖ്തും, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ പറയുന്നത് സത്യമാണ്, അത് സത്യമായി അംഗീകരിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാൻ പറ്റും, നബിയേ, അതൈതനാ തുരീദൻ ഫആവൈനാക്, മക്കക്കാർ അങ്ങയെ ജന്മനാട്ടിൽ നിർത്താതെ വിട്ടപ്പോ അങ്ങേക്ക് അഭയം തന്നത് ഞങ്ങളല്ലയോ നബിയേ എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. നബിയെ, കയ്യിൽ 5 കാശില്ലാതെ അങ്ങും അനുയായികളും വന്നപ്പോ ഞങ്ങളല്ലയോ നബിയെ അങ്ങേക്ക് ജീവിക്കാനുള്ള വരുമാനവും സംവിധാനങ്ങളും ജീവിക്കാനുള്ള കാര്യങ്ങളിൽ ഞങ്ങളല്ല നബിയെ നിങ്ങളെ സഹായിച്ചത്? നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ അത് സത്യം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നബിയെ, ദുർബലരായി നിൽക്കുന്ന കാലത്ത് ഞങ്ങളല്ലയോ നബിയെ നിങ്ങൾക്ക് കൂടെ നിന്ന് സഹായിച്ചത് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, അത് സത്യമായി അംഗീകരിക്കപ്പെടുകയും ചെയ്യും ഒക്കെ പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾ എനിക്ക് ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്കും ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട്. എന്റെ വിഷയമതല്ല. ഇന്നലെ വരെ മുസ്ലിമാവാതെ ഇസ്ലാമിലേക്ക് അടുത്ത് കടന്നു വന്ന ചില ആളുകൾ, അവരുടെ മനസ്സിനെ ഒന്ന് പിടിച്ചു കെട്ടാൻ, ഇസ്ലാമിൽ നിന്നവര് പിറകോട്ട് ഇറങ്ങി ഓടാതിരിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് ദുന്യാവിന്റെ ചില എച്ചിലുകൾ കൊടുത്തതാണോ നിങ്ങൾക്ക് വിഷമമുണ്ടായത്? സഹാബത്ത് കരയാൻ തുടങ്ങാണ് ഇനി മുതൽ. എങ്ങനെ? ഇന്നലെ വരെ മുസ്ലിമല്ലാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും വൽ മുഅല്ലഫത്തി ഖുലൂബുഹും എന്ന് ഖുർആൻ പറഞ്ഞ പോലെ ഇസ്ലാമിൽ അവരുടെ മനസ്സൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി, ഇസ്ലാമിൽ നിന്ന് ഇറങ്ങി ഓടാതിരിക്കാൻ വേണ്ടി ദുന്യാവിന്റെ ചില എച്ചിലുകൾ ഞാൻ അവർക്ക് ദുന്യാവിന്റെ ചില എച്ചിലുകൾ എന്നാണ് തങ്ങൾ പറഞ്ഞത്. അത് ഞാൻ അവർക്ക് കൊടുത്തു. വവക്കൽതുകും ഇലാ ഈമാനിക്കും, നിങ്ങൾക്ക് അടിയുറച്ച ഈമാൻ ഉണ്ടല്ലോ എന്ന് ഞാൻ കരുതുകയും നിങ്ങളുടെ ആ ഈമാനിന്റെ ബലത്തിൽ ഞാൻ ആശ്വസിക്കുകയും ഇവർക്ക് ഈമാൻ കുറവല്ല എന്ന് വിചാരിച്ച് ഞാൻ അവർക്ക് കുറച്ച് പൈസ കൊടുത്തതാണോ നിങ്ങൾക്ക് വിഷമമുണ്ടാക്കിയത്? ആപത്ത് തേങ്ങാൻ തുടങ്ങുന്നു. വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം അൻസാരികളെ. ലൗലൽ ഹിജ്റ ലകുൻതു റജുലൻ മിനൽ അൻസാർ, പലായനം ചെയ്യുക എന്ന ഹിജ്റ, മദീനയിലേക്ക് മക്കയിൽ നിന്നുള്ള യാത്ര ഇല്ലായിരുന്നുവെങ്കിൽ, ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാരികൾപ്പെട്ട ഒരാളാകുമായിരുന്നു, ഞാൻ മദീനക്കാരനാകുമായിരുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ ജനങ്ങളെ? മക്കക്കാരായ ആളുകൾ അവരുടെ വീടുകളിലേക്ക് ആടിന്റെയോ ഒട്ടകത്തിന്റെയോ കയർ പിടിച്ചു പോകുമ്പോൾ അവർക്ക് ഞാൻ കൊടുത്ത ഗനീമത്ത് സ്വത്തിന്റെ കയറ് പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് അവരെ നടന്നു പോകുമ്പോൾ വതർഹലൂന ഇലാ ബുയൂതികും ബിറസൂലില്ലാഹ്,
അള്ളാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായത്? ആടിന്റെ കയറ് പിടിക്കുന്നതോ റസൂലിന്റെ കൈ പിടിക്കുന്നതോ? റളീനാ ബിറസൂലില്ലാഹി ഖിസ്മസൻ വഹല്ലാ, ഞങ്ങൾക്ക് കിട്ടിയ ഓഹരി മതി നബിയേ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് മതി. ഹബീബ് പറയാണ്, നിങ്ങൾക്ക് അടിയുറച്ച ഈമാൻ ഉണ്ടായതിന്റെ പേരിൽ, നിങ്ങളുടെ ഈമാനൊന്നും ഇനി ഇളകിപ്പോകില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ളതിന്റെ പേരിലാണ് നിങ്ങൾക്ക് ഞാൻ തരാതിരുന്നതും, ഇവരുടെ ഈമാൻ ദുർബലമാണെന്ന് കണ്ടതിന്റെ പേരില അവർക്ക് ഞാൻ കൊടുത്തതും. അതിൽ നിങ്ങൾ എന്നോട് വെറുപ്പ് വിചാരിക്കുകയാണോ? അല്ലാഹുമ്മ പടച്ചവനെ, നിന്നെ മുൻനിർത്തി പറയട്ടെ, ലൗ സലകന്നാസു ശഅബൻ വസലകൽ അൻസ്വാറു ശഅബൻ ലസലക്തു ശഅബൽ അൻസ്വാർ. ജനങ്ങളെല്ലാവരും ഒരു മലയോരത്തിലേക്ക് പോവുകയും അൻസ്വാരികൾ മറ്റൊരു മലയോരത്തേക്ക് നടക്കുകയും ചെയ്താൽ അൻസ്വാരികൾ പോകുന്നിടത്തേക്കാണ് ഞാൻ പോകുന്നത്. അല്ലാഹുമ്മ റഹമിൽ അൻസ്വാർ. നബി അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു കൊടുത്തു, പടച്ചവനെ അൻസ്വാരികൾക്ക് റഹ്മത്ത് ചെയ്യണമേ റബ്ബേ. അൻസ്വാരികൾക്ക് റഹ്മത്ത് ചെയ്യണേ, അവരുടെ മക്കൾക്ക് റഹ്മത്ത് ചെയ്യണേ, അവരുടെ മക്കളുടെ മക്കൾക്ക് റഹ്മത്ത് ചെയ്യണമേ. ഇത് പറഞ്ഞപ്പോഴേക്കും ആ സദസ്സിൽ കരയാതിരുന്ന ഒരു അൻസ്വാരിയും ഉണ്ടായില്ല. എല്ലാവരും പറഞ്ഞു, ഹബീബിന്റെ കൈ പിടിച്ച് മുത്തുകയും കൈകൊണ്ട് ആ വിശുദ്ധമായ കൈ ചുണ്ടിലേക്ക് വെച്ച് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ഓരോരുത്തരും പറഞ്ഞു, നബിയെ പൊറുക്കണം, ഹബീബേ ഞങ്ങളോട് ക്ഷമിക്കണം. റളീനാ ബിറസൂലില്ലാഹി ഖിസ്മസൻ വഹല്ലാ, അല്ലാഹുവിന്റെ റസൂൽ മതി ഞങ്ങൾക്ക്, അല്ലാഹുവിന്റെ റസൂൽ മതി ഞങ്ങൾക്ക്, ഞങ്ങൾക്കത് പൊരുത്തമായി നബിയെ, ഞങ്ങൾക്കൊന്നും വേണ്ട. മനസ്സിലുള്ള വിഷമങ്ങൾ നീങ്ങിക്കഴിഞ്ഞു നബിയെ, ഞങ്ങൾക്ക് അങ്ങ് മതി എന്ന് അൻസ്വാരികൾ ഒന്നാകെ ഹബീബിന്റെ കൈ പിടിച്ച് മുത്തുകയും കരയുകയും ചെയ്തിട്ടുണ്ട്. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും തീരുമാനമാണോ, ഞങ്ങൾക്കതിൽ പ്രശ്നമല്ല, ഞങ്ങൾക്ക് സമാധാനം. ഹബീബിന്റെ ഇഷ്ടമേതോ അതാണ് ഞങ്ങളുടെ ഇഷ്ടം. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം ഏറ്റെടുത്തപ്പോ ഹബീബായ നബി തങ്ങൾ ഒരു സൈന്യം റോമിലേക്ക്, യൂറോപ്പിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരുന്നു. അന്ന് യൂറോപ്പ് ഇന്നത്തെ യൂറോപ്പ് അല്ല, തുർക്കിയാണ് യൂറോപ്യന്മാരുടെ ആസ്ഥാനം. ഇന്നത്തെ തുർക്കി എന്നത് ഇറാഖിന്റെ അപ്പുറത്താ കിടക്കുന്നത്. ഹബീബായ നബി തങ്ങൾ 17 വയസ്സുണ്ടായിരുന്ന ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനെ സൈന്യാധിപനാക്കി ഹബീബായ നബി തങ്ങൾ ഒരു എക്സ്പെഡിഷൻ നടത്താൻ തീരുമാനിച്ചിരുന്നു തുർക്കിയിലേക്ക്, റോമിലേക്ക്. ഹബീബിന്റെ വഫാത്ത് സംഭവിക്കുകയും ആ സൈന്യം കഴിയാതിരിക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ ലോകം മുഴുവനും സങ്കടത്തിലായി. മദീനക്കന്ന് ഇരുള് വീണു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? മദീനയുടെ പകലിന് പോലായിരുന്നത്രേ. ഹബീബ് ലോകത്തോട് വിട പറഞ്ഞപ്പോ ഹബീബ് മദീനയിലേക്ക് കടന്നു വന്ന സമയം തനവ്വറത്തിൽ മദീന, മദീനക്ക് പ്രകാശമായിരുന്നു, മദീന ശോഭിച്ചിരുന്നു. ഹബീബ് മദീനയിലേക്ക് കടന്നു വന്നപ്പോ മദീനക്ക് പ്രഭയായിരുന്നു. മദീനയുടെ ആദ്യത്തെ ഹിജറയുടെ രാവിൽ മദീനയിൽ പ്രകാശമായിരുന്നവത്രേ, രാത്രിക്ക് ഇരുട്ടുണ്ടായില്ല. അത്ഭുതല്ലേ അത്! മദീനയുടെ പകലല്ല പ്രകാശിച്ചത്, രാത്രിയും പ്രകാശിച്ചു. അതേ അനസ് റളിയല്ലാഹു അൻഹു 10 വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞു, ഹബീബായ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഉദ്ലിമത്തിൽ മദീന, മദീനയിലാകെ ഇരുട്ട് വീണു. മദീനയുടെ പകലിന് പോലും സൂര്യന് വെളിച്ചമില്ലായിരുന്നു. മദീനയിൽ രാവും പകലും രാവ് പോലെ, രാവും പകലും ഇരുട്ടായിരുന്നുവെന്ന് അനസ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വഫാത്ത് നടന്ന രംഗം പറയുന്നുണ്ട്. ആ വിഷമത്തിൽ സ്വഹാബത്ത് നിൽക്കുന്നു. ഇസ്ലാമിലേക്ക് വന്ന ചില ആളുകൾ ഹബീബായ തങ്ങൾ വഫാത്തായില്ലേ എന്ന കാരണം പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവാൻ നിൽക്കുന്നു. സകാത്ത് തരികയില്ലെന്ന് പറയുന്നു. അതിന്റെയൊക്കെ ഇടക്കാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം പുറപ്പെടണം എന്ന് തീരുമാനിക്കുന്നത്. അവര് പറഞ്ഞു, സിദ്ദീഖേ യാ ഖലീഫത റസൂലില്ലാഹ്. അങ്ങനെയാ വിളിക്കുക സിദ്ദീഖ് തങ്ങളെ, അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതലാണ്. സിദ്ദീഖ് തങ്ങളുടെ കാലത്ത് അമീറുൽ മുഅ്മിനീൻ എന്ന പ്രയോഗമില്ല.
യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധിയെ, മുസ്ലിമീങ്ങൾക്ക് സൈന്യം ഇവിടെ തന്നെ ആവശ്യമായിരിക്കെ, മദീനക്ക് ചുറ്റും ഇസ്ലാമിന്റെ ശത്രുക്കൾ അണിനിരന്നിരിക്കെ, അല്ലാഹുവിന്റെ റസൂല് തന്നെ ഇനി ഞങ്ങൾക്ക് സക്കാത്ത് നൽകുകയില്ല എന്ന് പറഞ്ഞിരിക്കെ, നിങ്ങൾ എന്തിനാണ് തുർക്കിയിലേക്ക് ഒരു സൈന്യം പറഞ്ഞയക്കുന്നത്? ഇവിടെ തന്നെ ഞങ്ങൾക്ക് സൈന്യം വേണമല്ലോ. ശുദ്ധീകരിക്കുന്നവരെ വലിയ ചെലവുണ്ടാക്കി എന്തിനാണ് നിങ്ങളത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോഴാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൗ അന്ന ത്വയ്റ തഖ്തുഫുനി, വലിയ വലിയ ജീവികൾ വന്ന് എന്നെ അങ്ങ് പൊക്കിയെടുത്ത് കൊണ്ടുപോയാൽ തന്നെയും, മദീനക്ക് ചുറ്റും വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയും, സിംഹങ്ങളും കാട്ടുനായകളും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരായ മുഅ്മിനീങ്ങളുടെ മാതാക്കളുടെ കാലുകളിൽ കടിച്ചു കീറുകയും ചെയ്താൽ തന്നെയും, അല്ലാഹുവിന്റെ റസൂല് നടപ്പാക്കിയ ഒരു സൈന്യത്തെ പിൻവലിക്കാൻ ഞാൻ ഒരുക്കമല്ല. അല്ലാഹുവിന്റെ റസൂൽ ഉയർത്തിവെച്ച ഒരു പതാകയും താഴ്ത്താനും ഞാൻ ഒരുക്കമല്ല എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് നിന്നാൽ കരയുമായിരുന്നു. നിസ്കാരത്തിൽ നിന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിൽ കൊണ്ട് പിന്നിലുള്ള ആളുകൾക്ക് കേൾക്കാൻ കഴിയുമായിരുന്നില്ല. അത്രക്കും ലോല ഹൃദയനായിരിക്കെ തന്നെയും അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനത്തിൽ നിന്ന് ഒരാണു ഇണ ഇങ്ങോട്ട് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് ധീരമായി പ്രഖ്യാപിച്ചത് അതേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. വലിയ അത്ഭുതമുള്ള യാത്രയായിരുന്നു അത്. 17 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് കമാൻഡർ ഇൻ ചീഫ്. പ്രധാനപ്പെട്ട കമാൻഡർ ആരാ? ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. പിന്നെ സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണാടിപ്പറമ്പിലും പോക്ക് വളരെ സ്പീഡാണല്ലോ, മാഷാ അല്ലാഹ്. അപ്പോ എന്ത് ചെയ്യാണ്, നമ്മൾ കാര്യമായിട്ട് ഈ വിഷയത്തിലൊന്ന് സഹായിക്കണം. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, സംഗതി പിരിവും കാര്യങ്ങളൊന്നും ഞാൻ തീരെ പറയാറില്ല. പക്ഷെ ഞാൻ പറഞ്ഞു 1.5 ലക്ഷം റുപ്യാണ് ഇതിന് ചെലവ് എന്ന് പറഞ്ഞു നമ്മുടെ ബഷീർക്ക. അപ്പോ 1.5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കതിന് പരിഹാരം കാണാം. വലിയൊരു സംഖ്യ, 1.5 കോടിയൊന്നും അല്ലല്ലോ, 1.5 ലക്ഷം റുപ്യാണ്. അപ്പോ നമുക്കൊരു 10 ആള് 10,000 വെച്ച് കിട്ടിയാൽ തന്നെ വലിയ ആശ്വാസമാണ്. കഴിവുള്ള ആളുകൾ ഒന്ന് മുന്നോട്ട് വരണം. എന്ത് ചെയ്യാ, ഈ പന്തലിന്റെ ചെലവ് നമുക്കത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ സ്ഥിരമായ ഒരു പന്തൽ, ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഒരു 4 ലക്ഷം രൂപയാണ് അതിന്റെ ബജറ്റ്. അതുകൂടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നത്തെ ഈ സംഗതിക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബാധ്യതയില്ലാതെ ഒഴിവായി കിട്ടണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ബക്കറ്റേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഉള്ളത് ഇപ്പൊ കൊടുക്കുക. പിന്നെ നമ്മളെ പള്ളിയും നമ്മുടെ മഹല്ലും ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ, ഈ പുല്ലൂപ്പി പരിസരത്തുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് എന്തെങ്കിലും ആ വിഷയത്തിൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ പറയാണ്, എന്റെ അടുത്ത് കയ്യിലൊന്നും ഇല്ലല്ലോ, ഞാൻ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ മക്കളോടൊപ്പം ഒന്ന് പറയട്ടെ, അവരൊക്കെ വല്ലതും അയച്ചു തരാണെങ്കിൽ തരാം. ഒരു നിയ്യത്ത് വെക്കുക. എന്തെങ്കിലും എന്ത് ചെയ്യണം, ഇതിന്റെ പണി ഓരോരുത്തരായിട്ട് ഒരു ഏരിയ ഞാൻ ചെയ്തു തരാം, അല്ലെ ഇത്ര ഞാൻ തരാം. അങ്ങനെ നമുക്ക് ഒന്ന് വിജയിപ്പിച്ചെടുക്കണം ഇൻഷാ അല്ലാഹ്. ഈ സദസ്സ് കഴിയുമ്പോഴേക്കും ഈ ചെലവ് കിട്ടൽ നിർബന്ധമാണ്. ഏത് നമ്മുടെ ഈ പന്തലിന്റെ ചെലവ് 1.5 ലക്ഷം രൂപ. അത് അധിക ഒരു വരുമാന കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഉൾപ്രദേശമാണ് ഈ കണ്ണാടിപ്പറമ്പ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണാടിപ്പറമ്പ് താഴത്ത് പള്ളിന്റെ അടുത്ത് ഇവിടെ വേദ പറയാൻ വന്നത് ഇപ്പോ ആരോ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 10-20 കൊല്ലത്തിന്റെ മീതെയായി. അന്നൊക്കെ വളരെ ചെറുപ്പമാണ്, ഇപ്പോഴും ചെറുപ്പം തന്നെയാണ്. 20 കൊല്ലം മുമ്പ് വന്നത്. അത് ആൾക്കാർ ഓർമ്മണ്ടോ എന്നല്ല, അന്നൊക്കെ നമ്മളോട് കൂടെയുള്ള ആളുകൾ, ഇന്ന് മരിച്ചു പോയിട്ടുള്ള ആളുകൾ അല്ലാഹുവിന്റെ ഖബറും സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ അൽഹംദുലില്ലാഹ് 1,00,000 കിട്ടി. മാഷാ അല്ലാഹ്. വേണം നിർത്തിയല്ലേ, അൽഹംദുലില്ലാഹ്. അപ്പോ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ബഷീർ കാലേ പറഞ്ഞു കിട്ടും. വലിയ ഓപ്റ്റിമിസ്റ്റിക് ആണ് ആള്, വലിയ പ്രതീക്ഷയിലാണ്. 1,05,000 ആയിട്ടുണ്ട്. നിങ്ങളോട് ഉള്ളതുള്ള പോലെ പറയണം. സീറ്റിന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. പന്തലിന് വേണ്ടേ? വേണം. മാഷാ അല്ലാഹ്.
ശാപങ്ങളെ ഇതൊക്കെ ഞാൻ ഇത് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. സക്കരിയ വായിച്ചു, MV അബ്ദുൽ ഷുക്കൂർ, TP സമീർ, KT മുസാൻ ഹാജി, KP ബൈത്താൻ, അതുപോലെ PP ഹമീദ് സാഹിബ്, മുഹമ്മദ് കെറഫ് അബ്ദുള്ള, MV ഹുസൈൻ സാഹിബ്, ഇബ്രാഹിം ഹാജി മന്നംബെഗ്, പിന്നെ KP സിദ്ദീഖ് സാഹിബ്, ഷാഹുൽ ഹമീദ്, മുഹമ്മദ് കുഞ്ഞി നാച്ചുവൈൽ, പിന്നെ EV സിദ്ദീഖ്, നൗഫൽ, അതുപോലെ തന്നെ KT അബ്ദുള്ള, കരീം OM, CM ഉമർ, KP അനീസ് പറമ്പിൽ. ഇവരൊക്കെയാണ് ഒരുപാട് 5000 10,000 ഒക്കെ ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. അല്ലാഹു നീ സ്വീകരിക്കണേ പടച്ചവനെ, ആമീൻ. വലിയ സന്തോഷമായി. അൽഹംദുലില്ലാഹ്. മഴ ഏതായാലും മഴക്കാലല്ലേ, മഴ നമുക്ക് കിട്ടണല്ലോ അല്ലെ. ഇൻഷാ അല്ലാഹ് മഴയിലൊന്നും വിഷമിക്കണ്ട. നമുക്ക് വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത രീതിയിൽ വലിയ കാറ്റും കോളും പ്രയാസമൊക്കെ വന്ന് ായി പോണ്ടെന്ന് മാത്രം ആയിരിക്കുന്നത്. അല്ലാഹു തആല പ്രയാസങ്ങളില്ലാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ കാര്യമായിട്ട് എന്ത് ചെയ്യാ, ബക്കറ്റ് വരും നിങ്ങൾ പരിഗണിക്കൂലേ? പൊട്ടിപ്പൊളിഞ്ഞ് നെട്ടെടുത്ത് കൊടുക്കരുത്. കണ്ണൊട്ടികൾ വരെ എടുക്കണില്ല എന്നാ കേട്ടത്. 10 രൂപയൊന്നും എന്ത് ചെയ്യണ്ട, നന്നായിട്ട് കൊടുക്കും. നിങ്ങൾ കൊടുത്താൽ അള്ളാഹ് കിട്ടും ഇൻഷാ അല്ലാഹ്. പള്ളിന്റെ മുമ്പിലാണ്, ഇൽമിന്റെ മജ്ലിസിലാണ്. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു 17 വയസ്സുള്ള സമയത്ത് ഇറങ്ങിപ്പോകുമ്പോ, നമ്മളൊരു +2 ഡിഗ്രിക്ക് പോകുന്ന കുട്ടിയുടെ പ്രായമല്ലേ ആയിട്ടുള്ളൂ. ഒരു ടീനേജുകാരൻ, 17 വയസ്സുകാരൻ. അത്ഭുതം അതല്ല, നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നില്ല, പക്ഷെ അതിന്റെ പരിസരമായതുകൊണ്ട് ഞാൻ പറയുന്നു മാത്രം. 17 വയസ്സുള്ള ആ ചെറുപ്പക്കാരന്റെ കീഴിലാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ പോകേണ്ടത്. ഉസ്മാൻ തങ്ങൾ പോവേണ്ടത്, അലി തങ്ങൾ പോവേണ്ടത് ആരുടെ കീഴിലാണ്? ഈ 17 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ കീഴിലാണ്. സിദ്ദീഖ് തങ്ങൾ അന്ന് നബി തങ്ങൾ നേതാവാക്കിയ ചെറുപ്പക്കാരനെ അവരെ തന്നെ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന 17കാരൻ മീശൊക്കെ മുളച്ചു വരുന്നുള്ളൂ. ആ സമയത്താണ് വലിയ ഒരു 10,000-ഓളം വരുന്ന സ്വഹാബികളെയും കൊണ്ട് ഹിജാസിന്റെ അങ്ങേയറ്റത്തേക്ക് തുർക്കിയിലേക്ക് യാത്ര പോകുന്നത്. സുബ്ഹാനല്ലാഹ്, മരുഭൂമിയിലുള്ള യാത്ര. അന്ന് സ്വഹാബത്തിന് ഈഗോ ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ മതി. ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ അംഗീകരിക്കേ, ഞങ്ങൾ പ്രായമുള്ള ആളുകൾ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ ഞങ്ങളെ വേണ്ടേ തെരഞ്ഞെടുക്കാൻ, ഇതൊന്നും അവരാരും ചിന്തിച്ചില്ല എന്നാണ്. പിന്നാലെ പോയി ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ സിദ്ദീഖ് തങ്ങൾ ചെരുപ്പില്ലാതെ ആ ഒട്ടക സംഘം യാത്രയായപ്പോ ഉസാമത്ത് ബിൻ സയ്യിദ് തങ്ങൾ ഒട്ടകത്തിന്റെ പുറത്ത് 17കാരൻ നേതാവ്. അന്നൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റി ചെറുപ്പക്കാർക്ക് ഉണ്ടായിരുന്നു എന്നാണ്. ഇന്ന് ചെറുപ്പക്കാർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോന്ന് അറിയില്ല. ഒക്കെ ഷവർമന്നാനും റോസ്റ്റ് അടിക്കാൻ ബിരിയാണി തിന്നാനൊക്കെ ചെറുപ്പക്കാർ കാര്യമായിട്ട് മുന്നോട്ട് വരുന്നത്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറ്റവും കൂടുതൽ തന്റെ ഇടത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ 17 വയസ്സായപ്പോഴേക്കും ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് അതിന് സാധിച്ചു എന്ന മഹാത്ഭുതം. ഉമർ തങ്ങൾ ആ സദസ്സിലുണ്ട്, സൈന്യത്തിലുണ്ട്. സിദ്ദീഖ് തങ്ങൾ ചെരുപ്പില്ലാതെ ഇങ്ങനെ ഒട്ടകത്തിന്റെ കൂടെ നടന്നു, അവരെ യാത്രയേക്കാൻ നടന്നു. കൂട്ടത്തെ ചോദിച്ചു ഉസാമ പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ, യാ ഖലീഫത്ത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയെ, നിങ്ങൾ നടക്കുകയും ഞാൻ ഒട്ടകപ്പുറത്തോ? നോക്കണം, മുതിർന്നവരെ അവർ ബഹുമാനിക്കാൻ. ഞാൻ ഇറങ്ങുന്നു സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ കയറണം, ഞാൻ നടക്കാം, നിങ്ങൾ നടക്കല്ലേ എന്റെ കൂടെ. അപ്പൊ സിദ്ദീഖ് എന്നവർ പറഞ്ഞു, ഉസാമ അവിടെ നിൽക്കുന്നു, ഉസാമ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല, ഞാനിവിടെ മദീനയിൽ നിൽക്കൽ അനിവാര്യമാണ്. ഇസ്ലാമിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ്, ചരിത്രഘട്ടത്തിലാണ് നമ്മളുള്ളത് ഉസാമ. അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ. എന്റെ കാൽ ഒരൽപ്പം അള്ളാഹുവിന് വേണ്ടി മണ്ണിൽ നനയുന്നത്, പൊടി പുരളുന്നത്, അത് കാരണം നിങ്ങൾ ചെയ്യുന്ന ത്യാഗത്തിന്റെ ഒരൽപ്പം എനിക്ക് കിട്ടുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉസാമ. ഞാൻ ചോദിക്കട്ടെ ഉസാമ, നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ ഉമർ ബിൻ ഖത്താബ് എന്നവരെ എന്റെ കൂടെ മദീനയിൽ നിർത്തിത്തരുമോ? ആരായി ചോദിക്കുന്നത്? ആരോടാ ചോദിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 60 വയസ്സ് കഴിഞ്ഞ സിദ്ദീഖ് എന്നവർ 17കാരനായി ഉസാമ തങ്ങളോട് ചോദിക്കുക, ഉസാമ, ഉമർ എന്നവർ നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോരേണ്ട ആളാണ്, പക്ഷേ ഉമർ ഫാറൂഖ് എന്നവരെ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് വിട്ടുതരണം, എനിക്ക് മദീനയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ ഉമർ തങ്ങൾ ആവശ്യമുണ്ട്. സമ്മതം ചോദിച്ചു. അങ്ങനെ സമ്മതം കൊടുത്തു ഉസാമ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമർ തങ്ങൾ ആ എക്സ്പെഡിഷനിൽ പോയില്ല എന്ന്. അത്രയും ഗംഭീരമാണ് ഇസ്ലാമിക ലോകത്തെ സംഭവ വികാസങ്ങൾ. ഹബീബായ നബി തങ്ങൾ തീരുമാനിച്ച ഒരു സൈന്യത്തെ ഞാൻ ഒരിക്കലും തടഞ്ഞു വെക്കുകയില്ല. വല്ലാഹി ലൗ മനഊനി അഖാലൻ ഔ അനാഖൻ കാനൂ യുഅദ്ദൂനഹു ലിറസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സകാത്ത് കൊടുത്തിരുന്ന ആളുകൾ സകാത്ത് നൽകുകയില്ല എന്ന് പറഞ്ഞപ്പോ
അള്ളാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിപ്പെ സക്കാത്ത് കൊടുക്കുമ്പോൾ, ഒട്ടകത്തെ നൽകുമ്പോൾ ഒട്ടകത്തിന്റെ കഴുത്തിൽ ഒരു കയറും നൽകുകയായിരുന്നുവെങ്കിൽ ആ കയറെനിക്ക് നൽകുകയില്ല എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ഞാൻ അവരോട് യുദ്ധം ചെയ്യാൻ ഒരുക്കമാണെന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. എന്തേ? അല്ലാഹുവിന് വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ആരെയും പ്രശ്നമില്ല. ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിം. മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു സ്വഹാബിമാരതിന്റെ മാതൃക കിതാബല്ലാഹി വസുന്നത റസൂലിഹി വഇത്റത റസൂലിഹി. അല്ലാഹുവിന്റെ കിതാബ്, നബി തങ്ങളുടെ ചര്യ, ഹബീബിന്റെ കുടുംബം, ഈ മൂന്ന് വിഷയം അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ശുദ്ധ ഖുർആൻ ആയിത്തിറങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന് കൊടുക്കുന്നവരെ ഏറ്റവും നല്ല നന്മ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ബിർറെന്ന എന്താണ് ബിർറെന്ന് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ബിർറെന്ന് പറഞ്ഞാൽ സ്വർഗമാണെന്നും ബിർറെന്ന് പറഞ്ഞാൽ അടിയുറച്ച ഈമാനാണെന്നുമൊക്കെ മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നല്ല നന്മ ലഭിക്കണമെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കൊടുക്കണം. നമ്മളൊക്കെ ഇഷ്ടപ്പെടാത്ത കൊടുക്കുക, ആവശ്യമില്ലാത്തൊക്കെ പള്ളിക്ക് നമ്മൾക്ക് ആവശ്യമില്ലാത്ത കൊടുക്കുക, അങ്ങനെയല്ല. ഇഷ്ടപ്പെടുന്നത് കൊടുക്കുക, അത് കുറച്ചാണെങ്കിലും ഇഷ്ടപ്പെടുന്നത് കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോഴാണ് ബൈറുഹ എന്ന തോട്ടം അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി കൊടുക്കുന്നത്. ഇന്ന ഹബ്ബ അംവാലി ഇലയ്യ ബൈറഹ. നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സമ്പത്ത് ബൈറഹ എന്ന തോട്ടമാണ് നബിയെ, അതങ്ങ് എടുത്തോളൂ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് എടുക്കാൻ വേണ്ടി പറയാണ്. നമ്മളിതിനെ കഥ കുറെ കേട്ടു, ഈ ചരിത്രം കേട്ടിട്ടുണ്ടാവും, മുമ്പ് ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ട ചരിത്രമല്ലേ? നമുക്ക് എന്തെങ്കിലും ആ വിഷയത്തിൽ ഇമിറ്റേറ്റ് ചെയ്ത്, ആ വിഷയത്തെ ഫോളോ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് വിഷയം. അല്ലാഹു തആല നമുക്ക് നന്മ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഇഷ്ടപ്പെട്ടത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. വഇന്നഹാ സദഖത്തുൻ അർജു ബിർറഹാ വദുഖറഹാ ഇൻദല്ലാഹ്. നബിയെ, ഇത് അല്ലാഹുവിന് വേണ്ടി നൽകുന്ന നബിയെ, ആ തോട്ടത്തിന് കാരണം അല്ലാഹു നൽകുന്ന നന്മയും അതെനിക്ക് ആഖിറത്തിലേക്കുള്ള സൂക്ഷിപ്പ് സ്വത്താണ്. ഞാൻ തരട്ടെ. നമ്മുടെ മുൻഗാമികളായ ആളുകൾ നമ്മുടെ പള്ളികൾക്ക് അങ്ങനെയാ കൊടുത്തത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വീട് അള്ളാഹുവിന്റെ പള്ളിയായിരുന്നു ഒരു കാലത്ത്, അല്ലെ? പള്ളിയെക്കാളും വലിയ വീട് അവിടെ ഉണ്ടാവില്ല, നാട്ടിലുണ്ടാവില്ല. അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. പള്ളിക്ക് വേണ്ടിയാണ് സ്ഥലം കൊടുത്തത്. നമ്മൾ അതിനിപ്പോ തർക്കിക്കാൻ. മക്കൾ പറയാ, വാപ്പ തന്നത് അന്ന് ഞങ്ങൾ അറിയാതെ ഞങ്ങൾക്ക് വേണം, അത് വാപ്പ കൊടുത്തത് ഞങ്ങൾക്ക് വേണമെന്ന് മക്കൾ പറയുന്ന കാലം. വാപ്പയുടെ സ്വത്ത് ഒരു പ്രഗത്ഭനായ മുതലാളിയായ, ഞാൻ വളരെ അടുത്തറിയുന്ന ഒരാൾ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് വിഷമം പറഞ്ഞു. മക്കൾ പറയാണ്, വാപ്പ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ഇങ്ങനെ ദീനുൽ ഇസ്ലാമിന് കൊടുത്താലേ അത് ഞങ്ങളുടെ സ്വത്താണ്, നിങ്ങൾ കൊടുക്കുന്നത്, കൊടുക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ഒരുപാട് നിഅമത്തും ബിസിനസ്സും കച്ചവടവും കൊടുത്തിട്ടുള്ള ഒരു വാപ്പ. ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട്. ആൺമക്കൾ പറയാണ്, വാപ്പാനെ നീ കൊടുക്കാൻ വിടൂല, നിങ്ങളെ ആളുകൾ ചൂഷണം ചെയ്യാണ്, നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി കൊടുക്കുന്നത് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ട സ്വത്താണ് നിങ്ങൾ കൊടുക്കുന്നത്, ഇനി കൊടുക്കാൻ വിടില്ല. മക്കൾ മനസ്സിലാക്കണം, ഒരു വാപ്പ ജീവിച്ചിരിക്കുന്ന കാലം ആ വാപ്പയുടെ സ്വത്ത് വാപ്പാക്ക് എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കാം. ഏത് നന്മക്കും വാപ്പാക്ക് കൊടുക്കാം, മക്കൾക്ക് ചോദിക്കാൻ പാടില്ല. മക്കളുടെ സ്വത്താകുന്നത് എപ്പോഴാ? വാപ്പ മരിച്ചുപോയാൽ മാത്രം. വാപ്പ ജീവിച്ചിരിക്കാൻ മുഴുവൻ സ്വത്തും വാപ്പ ഏതെങ്കിലും ദീനീ സ്ഥാപനത്തിന് കൊടുത്തു എന്ന് പറയാം, മക്കൾക്ക് ആക്ഷേപിക്കാൻ പാടില്ല വാപ്പയെ. വാപ്പയുടെ അധ്വാനമാണ് അത്, വാപ്പയുടെ അധികാരമാണ്, ചോദിക്കാൻ പാടില്ല. വാപ്പ മരിച്ചതിന്റെ ശേഷമുള്ളതേ മക്കൾക്ക് അനന്തര സ്വത്തുള്ളൂ. അങ്ങനെയല്ല കാര്യങ്ങൾ മക്കൾ ചിന്തിക്കുന്ന രീതി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ ഉപ്പ, ആ പ്രിയപ്പെട്ട പിതാവ് വളരെ സങ്കടത്തോടെ ഇന്നലെയാണ് എന്നോട് പറഞ്ഞു, ഇന്നലെ അസർ സമയത്ത് ദുആരക്കാൻ വേണ്ടി പറഞ്ഞു, എന്റെ മക്കൾ എന്നോട് നല്ല നിലക്ക് സംസാരിക്കണം, കോടീശ്വരനായ വാപ്പയാണ്, പക്ഷേ മക്കൾ നന്മയുടെ വഴിയിലേക്ക് വാപ്പക്ക് തടസ്സമാണ്. എന്റെ മക്കൾ എന്നോട് നല്ല നിലക്ക് പെരുമാറാനും ഞാൻ ചെയ്യുന്ന നന്മകൾ തടഞ്ഞു വെക്കാതിരിക്കാനും സദസ്സുകളിൽ ദുആ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാഹുവേ, ആ ഉപ്പയുടെ മനസ്സിന്റെ വേദന അറിയുന്ന തമ്പുരാനെ, അദ്ദേഹത്തിന്റെ ഖൽബിന് നീ സമാധാനം കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ബാരീന ബിവാലിദി, മാതാവിനും പിതാവിനും ഗുണം ചെയ്യുന്ന മക്കളിൽ ആ മക്കളെ നീ കൊടുത്തണേ തമ്പുരാനെ. വഴിതെറ്റിപ്പോകുന്ന മക്കളിൽ പെടാതവരെ നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അദ്ദേഹത്തിന്റെ ദുആ വസിയത്ത് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. കാര്യങ്ങൾ എങ്ങനെയാണ്? അബൂ തുൽഹ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ ഇതാണ് പറയുന്നതെങ്കിൽ ഞാനിത് നൽകി കഴിഞ്ഞു.
ആ തോട്ടം നൽകിയ സ്വഹാബിയാണെന്ന് ശുദ്ധമായ ഖുർആനിലെ സൂറത്തു തൗബയുടെ ആയത്തിറങ്ങിയപ്പോൾ ഇൻഫിറൂ ഖിഫാഫൻ വസിഖാലാ വജാഹിദൂ ബിഅംവാലികും വഅൻഫുസികും ഫീ സബീലില്ലാഹ് ذلكم خير لكم إن كنتم تعلمون. സൂറത്തു തൗബയിൽ അല്ലാഹു പറയുന്ന ഭാഗം ഇൻഫിറൂ ഖിഫാഫൻ വസിഖാലാ, നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിലേക്ക് കടക്കണമേ. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരത്തിന്റെ അവസരങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾ അതിന് രംഗപ്രവേശനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു മക്കളോട് പറഞ്ഞു, മക്കളെ എന്നെ ഒരുക്കി തരിൻ, എനിക്ക് സജ്ജീകരണങ്ങൾ തരിൻ, ഞാനും പോവട്ടെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ധർമ്മസമരത്തിന് പോവട്ടെ എന്ന് പറഞ്ഞപ്പോ മക്കൾ പറഞ്ഞു, ഉപ്പാ നഹ്നു നഗ്സു അൻക വഖദ് അദറക അല്ലാഹ്, നിങ്ങൾക്ക് പ്രായമായില്ലേ, വാർദ്ധക്യത്തിലേക്ക് എത്തിയില്ലയോ ഉപ്പാ, അതുകൊണ്ട് ഉപ്പ അവിടെ നിന്നോളൂ, ഉപ്പാക്ക് പകരം ഞങ്ങൾ ഇറങ്ങാമെന്ന് മക്കൾ പറഞ്ഞപ്പോ പറ്റില്ല മക്കളെ എന്ന് പറയുകയും സ്വഹാബത്തിന്റെ കൂടെ കടലിൽ യാത്ര പോവുകയും ചെയ്ത് ഒരു യുദ്ധം ചെയ്യാൻ കടലിലൂടെ പോവുകയും കടലിൽ കപ്പലിൽ വെച്ച് മരിക്കുകയും ചെയ്ത സ്വഹാബിയാണ് ബൈറഹ എന്ന തോട്ടം അള്ളാഹുവിന്റെ ദീനിന് കൊടുത്ത അബൂ ത്വൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. മയ്യിത്ത് മറവ് ചെയ്യാൻ ഒരു ദ്വീപ് കണ്ടെത്താൻ അവർക്ക് സമയമെടുത്തത് 9 ദിവസമാണ്. സ്വഹാബി കപ്പലിൽ വെച്ചാണ് മരിക്കുന്നത്. മഹാനവറുകളെ മറവ് ചെയ്യാൻ ഒരു ഭൂമി കിട്ടണ്ടേ, കടലിന്റെ നടുക്കടലിൽ നിന്ന് കരയിലേക്ക് എത്താൻ 9 ദിവസമെടുത്തു. ബഹുമാനപ്പെട്ടവരുടെ ശരീരം വലം യതഗയ്യർ ജസദുഹു റളിയല്ലാഹു അൻഹു വഅർളാഹ്. 9 ദിവസം കപ്പലിൽ കടന്നിട്ട് ആ ശരീരത്തിൽ നിന്ന് സുഗന്ധമല്ലാതെ ആ ശരീരത്തിന് കേടുപാടുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് സ്വഹാബിമാർ അത്ഭുതത്തോടെ പറഞ്ഞിട്ടുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു വാർദ്ധക്യ സമയത്താണ് പോയത്. വാർദ്ധക്യമുണ്ടായപ്പോഴാ പോയത്, ഭൂമിയിലില്ല. കടൽ കടന്ന് ഒരു യുദ്ധം ചെയ്യേണ്ട അവസരം വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഉത്തരം കൊടുത്തതാണ്. വഴിയിൽ വെച്ച് മരിച്ചു, കപ്പലിൽ വെച്ച് മരിച്ചു. മറവ് ചെയ്ത് ആ ഏത് ദ്വീപിലാണ് മറവ് ചെയ്തത് എന്ന് പോലും നമുക്കിന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. സ്വഹാബിമാർ പറഞ്ഞു, ഞങ്ങൾ ഏതെങ്കിലും ഒരു ദ്വീപിലെത്തണേ എന്ന് ദുആ ചെയ്തു. 9 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു ദ്വീപ് കിട്ടിയത്. അവിടെയാണ് സ്വഹാബിയെ മറവ് ചെയ്തത്. മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തുർക്കിയിലേക്ക് ഒരു യുദ്ധം നടക്കുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയത്തിന് വേണ്ടി യുദ്ധം നടക്കുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയുടെ ആസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, അന്ന് തുർക്കി തന്നെ അറിയപ്പെടുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേരിൽ തന്നെയാണ്. ആ രാജ്യം തന്നെ അറിയപ്പെടുന്നത്. യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ യസീദിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തിലാണ് അവർ. കൂട്ടത്തിൽ സ്വഹാബിമാരിൽ പ്രായമുള്ള ഒരു സ്വഹാബിയുണ്ട്. അത് ആരുടെ വീട്ടിലായിരുന്നു? അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് വന്നപ്പോ ആദ്യമായി താമസിച്ചത് ആ വീട്ടുകാരനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി ഈ സൈന്യത്തിലുണ്ട്. ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം, അലി തങ്ങൾ അടക്കമുള്ള 4 ഖലീഫമാരുടെ വഫാത്തിന്റെ ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് സ്വന്തം മകന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയച്ചു. ആ സൈന്യത്തിൽ അബൂ അയ്യൂബുൽ അൻസ്വാരി എന്നവർക്ക് രോഗം ബാധിച്ചു. പ്രയാസകരമായ രോഗമാണതിൽ മരിക്കുമെന്ന് തോന്നി. മഹാനവറുകൾ പറഞ്ഞു, യസീദേ സമിഅ്തു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യുദ്ഫനു ഫീ സൂരിൽ ഖുസ്തൻതീനിയ റജുലുൻ സ്വാലിഹ്. സ്വാലിഹായ ഒരു മനുഷ്യൻ, നല്ല ഒരു മനുഷ്യൻ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ അതിർത്തിയിൽ വഫാത്താവുകയും ആ അതിർത്തിയിൽ തന്നെ മറവ് ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഈ യാത്രയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായി ഞാനല്ലാതെ മറ്റാരെയും കാണുന്നില്ല. അതുകൊണ്ട് യസീദേ, ഞാൻ മരിക്കുകയാണെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ നമ്മൾ എത്തിയിട്ടില്ലെങ്കിലും അവിടം വരെ എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോവുകയും എന്റെ മയ്യത്ത് മറവ് ചെയ്യേണ്ടത് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ബോർഡറിലായിരിക്കണം എന്ന് മഹാനായ സ്വഹാബി അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെയാ നടന്നത്. ദിവസങ്ങളുടെ യാത്രയുണ്ടായിരുന്നു സൈന്യം പോവാൻ. ആ സൈന്യം ആദ്യമായി കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് കടത്തിയത് മഹാനായ സ്വഹാബിയുടെ മയ്യിത്താണ്. അന്നത്തെ കൈസർ രാജാവ് ദേഷ്യം പിടിച്ചത് കണ്ടിട്ട്
അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു മയ്യത്ത് ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയും ആദ്യമായി നിങ്ങളുടെ നാട് കീഴടക്കാൻ വരുമ്പോ ഒരു മയ്യത്താണോ നിങ്ങൾ കൊണ്ടുവരുന്നത്? തീർച്ചയായും നിങ്ങൾ ഈ നാട് വിട്ടുപോയാൽ ആ മയ്യത്ത് കിടക്കുന്ന ഖബർ ഞങ്ങൾ തുറന്നു വെക്കുകയും നായകളെ കൊണ്ട് തിന്നാൻ വേണ്ടി ഈ മയ്യത്തിനെ ഞങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് യസീദ് ബിൻ മുആവിയ, യസീദ് എന്നവർ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുള്ളത് ശരി തന്നെയാണ്. എന്നാൽ തന്നെയും അതെല്ലാം തൗബ ചെയ്ത് മടങ്ങുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർക്ക് വേണ്ടി സംസാരിച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും. കൈസറേ എന്ന് വിളിക്കുകയും സീസറേ എന്ന് വിളിക്കുകയും പറയുകയും ചെയ്തു, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരോട് ഞങ്ങൾക്ക് അത്രക്ക് സ്നേഹമാണ്. ഈ സ്വഹാബിയുടെ മയ്യത്ത് കോൺസ്റ്റാന്റിനോപ്പിൽ തന്നെ ഞങ്ങൾ മറവ് ചെയ്യും. ഞങ്ങളുടെ റസൂൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, റജുലുൻ സ്വാലിഹ്, സ്വാലിഹായ ഒരു മനുഷ്യൻ തുർക്കിയിലാണ് മറവ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അബൂ അയ്യൂബുൽ അൻസ്വാരിയുടെ മയ്യത്ത് നിങ്ങളെങ്ങാനും ഖബർ തുറക്കുകയോ ആ മയ്യത്തിനെ പുറത്തെടുക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ദേവാലയം ഒന്നും തന്നെ ബാക്കി നിൽക്കുകയില്ലെന്ന് മാത്രമല്ല, ആ ഒരൊറ്റ മയ്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളെ നിങ്ങൾ കുരുതി കൊടുക്കേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ അപമാനിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന ധീരമായ മറുപടി കൊടുത്ത ആൺകുട്ടിയാണ് യസീദ് ബിൻ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹും. എന്തിനാണിതൊക്കെ? അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ജീവിച്ചവർ, എന്റെ ഹബീബ് എന്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് കൊതിച്ചവർ, അങ്ങനെ വീടൊരുക്കി കൊടുത്തവർ. അന്ന് രാത്രി വീടിന്റെ മീതെ നിന്നൊരൽപ്പം വെള്ളം താഴേക്ക് വീഴാറായപ്പോ നല്ല വസ്ത്രമെല്ലാം എടുത്ത് നനഞ്ഞു കുതിർന്ന് ഹബീബിന്റെ ദേഹത്തേക്ക് ഒരിച്ചു വെള്ളം പോലും മേലെ തട്ടിൽ നിന്ന് താഴെ വീഴരുത് എന്ന് പറഞ്ഞ് ആ രാത്രി ഹബീബ് താഴെ കിടന്നുറങ്ങുമ്പോ മേലെ കിടന്നുറങ്ങാതെ എഴുന്നേറ്റ് നിന്ന് രാവ് വരെ കണ്ണിൽ മെഴുകുതിരി വെച്ച് അത്രയും കഷ്ടപ്പെട്ട് ഉറങ്ങാതെ ഉറക്കമിളച്ച് ഹബീബിന് വേണ്ടി കാവൽ നിന്ന സ്വഹാബിയാണ് ഈ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു തആല അൻഹു. ഇവരൊക്കെ ചെയ്ത സ്നേഹം നമ്മൾ ഇന്ന് ഹബീബിനോട് പ്രകടിപ്പിക്കുന്നത് അവിടത്തോട് ചൊല്ലുന്ന സ്വലാത്തിലൂടെയാണ്. ഹബീബിന്റെ സുന്നത്തുകൾ ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ്, ഹബീബിന്റെ ജീവിതത്തിലേക്ക് ഓർക്കുമ്പോഴാണ്. നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളിലും അല്ലാത്തപ്പോഴും ഹബീബിന്റെ നിയമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. സമഅൻ വതആഅ, കേട്ടു നബിയെ ഞങ്ങൾ അനുസരിച്ചു. അതിന്റെ സൗഭാഗ്യമാണ് സ്വഹാബിമാരെ നമ്മൾ തങ്ങളായ കുട്ടി മഹാന്മാരായ സ്വഹാബിമാരൊക്കെ വരുമ്പോൾ അവരുടെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു കൊടുക്കുന്നു, അവരുടെ കുതിരയുടെ കയറ് പിടിച്ചു കൊടുക്കുന്നു, അവരുടെ ചെരുപ്പെടുത്ത് വെച്ചു കൊടുക്കുന്നു. അവര് പറഞ്ഞു, ഇബ്നു അബ്ബാസ് എന്നവരെ, നബി തങ്ങളുടെ കുടുംബക്കാരനായ സയ്യിദായ തങ്ങളെ, നിങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഉപകാരം ചെയ്യരുത്, നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ബഹുമാനിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് എന്നവരുടെ മറുപടി വന്നു, ഞങ്ങളുടെ ഉലമാഇനെ, ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഇவ்விதം ബഹുമാനിക്കണമെന്ന് നബിയുടെ കുടുംബക്കാരായ തങ്ങന്മാരായ ഞങ്ങളോട് അള്ളാഹുവിന്റെ റസൂലിന്റെ ആജ്ഞയുണ്ട്. നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഈ ഉമ്മത്തിന്റെ ആലിമീങ്ങളെ ബഹുമാനിക്കണം. ആലിമീങ്ങളായ സ്വഹാബിമാർ പറഞ്ഞു, നബി തങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ഇങ്ങനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ചു. അതിന്റെയൊക്കെ ഭാഗമാണ് നമ്മുടെ നാടുകളിൽ കണ്ടു നടക്കുന്ന സയ്യിദന്മാരെ, തങ്ങന്മാരെ നമ്മൾ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബികൾ പഠിപ്പിച്ച ഈ ഒരു വലിയ നന്മയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, വഴിതെറ്റിപ്പോവാൻ ഒരു ചാൻസുമില്ല. നിങ്ങളിത് മുറുകെ പിടിക്കുകയാണെങ്കിൽ. രണ്ട് ഹദീസുകളിലൂടെ നബി തങ്ങൾ പഠിപ്പിച്ച 3 കാര്യം. ഒന്ന് ഖുർആൻ, ഹബീബിന്റെ സുന്നത്ത്, കുടുംബം. മഖാം കിടക്കുന്നത്, മഹാനവറുടെ മഖ്ബറയുള്ളത് ഈജിപ്തിലെ കൈറോ നഗരത്തിലാണ്. ഇമാമുന ശാഫിഈ തങ്ങൾ കിടക്കുന്ന അവിടെ. ഷാഫി ഇമാമിന്റെ മഖാം സിയാറത്ത് ചെയ്തവർക്ക് കാണാൻ കഴിയും. ഞാൻ കണ്ടിട്ടുണ്ട്. മഹാനവറുടെ മഖാമിന്റെ മുകളിൽ അവിടുത്തെ ഒരു കുബ്ബയുണ്ട്. ആ കുബ്ബയുടെ നേരെ ഒരു ചെറിയ ബോട്ട് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ബോട്ട്, ഒരു കപ്പലിന്റെ ചെറിയൊരു മിനിയേച്ചർ, ഒരു ചെറിയ രൂപം, ഒരു ചെറിയ ബോട്ട്. റസൂലിന്റെ ഹദീസ് പറഞ്ഞു. ആ ചോദിച്ചാള് പറഞ്ഞു, ഷാഫി തങ്ങളെ, ഹദീസ് ഞങ്ങൾ അറിയുമല്ലോ, നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനാ ഞാൻ വന്നത്. മാമങ്ങ് ദേഷ്യപ്പെട്ടു. ഷാഫി മാങ്ങിന്റെ മുഖമങ്ങ് ചമക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വഅയ്യു അർളിൻ തുഖില്ലുനി വഅയ്യു സമാഇൻ തുദില്ലുനി.
ഇൻ റവൈതു അൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം അഖുൽ ബിഹി. ഹബീബായ നബി തങ്ങളുടെ ഹദീസ് എനിക്ക് അറിയുകയും ആ ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കുകയും ചെയ്താൽ, ഹബീബായ നബി തങ്ങൾ ഒരഭിപ്രായം അതിൽ ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ ഞാൻ തള്ളിക്കളയുകയാണെങ്കിൽ ഏത് ഭൂമിയാണ് എനിക്ക് അഭയം തരിക? റളിയല്ലാഹു തആല അൻഹു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വിഭിന്നമല്ല. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കേൾക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത മഹാനായ താബിഈങ്ങൾക്ക് ശേഷം വന്ന അഇമ്മത്തുൽ മുജ്തഹിദീൻ, 4 മുജ്തഹിദീങ്ങളുടെ ഇമാമമാരിൽ അവസാനം വന്ന ഇമാമുന ശാഫിഈ തങ്ങളുടെ ശിഷ്യനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ശാഫിഈ ഇമാമിന്റെ ശിഷ്യനാണ്. ഇമാമുന ശാഫിഈ തങ്ങളുടെ ഉസ്താദാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു എന്ന മാലികി മദ്ഹബിന്റെ ഇമാം. അല്ലാഹുവിന്റെ സംസാരമാണ് ഖുർആൻ, അല്ലാഹുവിന്റെ കലാം. ഖുർആൻ എന്ന വഹിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്തേ നിങ്ങൾ ഞാൻ നേരത്തെ ചോദിച്ചപ്പോ പറയാതിരുന്നത്? അതെന്റെ അഹങ്കാരം കൊണ്ട് പറയാൻ തോന്നിയില്ല നബിയെ. ആദ്യത്തെ ദിവസം ഞാൻ അങ്ങയുടെ കൂടെ കഴിഞ്ഞപ്പോഴേക്കും എന്റെ മനസ്സിന് മാറ്റമുണ്ടായിരുന്നു നബിയെ. എനിക്ക് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മാറൂല, ഇങ്ങനെ പിടിച്ചു നിന്നതാന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം അദ്ദേഹം നബിയോട് അത് തന്നെ പറഞ്ഞു. പക്ഷേ മദീന വിട്ടു പോകാൻ തോന്നുന്നില്ല, അവിടെ ചെന്ന് കുളിച്ച് വൃത്തിയായി ഷഹാദത്ത് കലിമ ചൊല്ലി ഹബീബിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന് വളരെ ഇഷ്ടമായി. സുമാമ, വല്ലാത്ത സന്തോഷമുണ്ട് സുമാമ നിങ്ങൾ ചെയ്തത്. നബിയെ, അങ്ങ് പറഞ്ഞാലല്ലാതെ ഒരു ഗോതമ്പിന്റെ മണി പോലും റിയാദിൽ നിന്ന്, യമാമയിൽ നിന്ന് മക്കക്കാരായ അങ്ങയുടെ ശത്രുക്കൾക്ക് പോകുന്ന പ്രശ്നമില്ല. കാരണം യമാമയിലെ വീറ്റിന്റെ, ഗോതമ്പിന്റെ ഹോൾസെയിൽ ഡീലറാണ് സുമാമത്ത് ഇബ്നു ഉസാൽ. ാതെ ഗോതമ്പിന്റെ ഒരു ചരക്കും യമാമയിൽ നിന്ന് മക്കയിലേക്ക് പോവാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, നബിയെ, അങ്ങയെ ആക്രമിച്ച ആളുകൾ അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട നബിയെ, ഞാൻ അവർക്ക് ഗോതമ്പ് കൊടുക്കില്ല നബിയെ. അങ്ങയുടെ സമ്മതം കിട്ടാതെ ഇനി മക്കക്കാർക്ക് ഞാൻ പണം കൊടുക്കില്ല. നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ ഉംറക്ക് പോകുന്ന നേരത്താണ് നിങ്ങളുടെ അനുയായികൾ എന്നെ പിടികൂടിയത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഉംറ നിർവഹിച്ചോളൂ. പക്ഷെ അള്ളാഹു പറഞ്ഞ പോലെ ഇസ്ലാമിന്റെ ഉംറ പറഞ്ഞു കൊടുത്തു. ആ ഉംറ നിർവഹിക്കാൻ സുമാമത്ത് ഇബ്നു ഉസാൽ പോകുന്നു. അവരൊക്കെ ചോദിച്ചു, നിങ്ങൾ മതം മാറിയോ സുമാമ? നിങ്ങൾ മതം മാറിയോ? സുമാമ, നിങ്ങൾ മതം മാറിയോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ മതം മാറിയതല്ല, വലാകിന്നി അസ്ലംതു മഅ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ മുസ്ലിം ആവുകയാണ് ഉണ്ടായത്, മതം മാറിയതല്ല. ഖുറൈശികളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, ഞാനും നിങ്ങളും നല്ല ബന്ധത്തിലായിരുന്നു. പക്ഷേ ഇസ്ലാം എനിക്ക് വളരെ ഇഷ്ടമായി. ആ നല്ല കാര്യം, നല്ല സംസ്കാരവും നല്ല സ്വഭാവവും ജനങ്ങളെ പഠിപ്പിക്കുന്ന ഇസ്ലാം പ്രചരിപ്പിക്കാൻ നിങ്ങൾ തടസ്സം നിൽക്കുകയും എന്റെ ഹബീബിന് ഇവിടെ നാട്ടിൽ ഹബീബിന്റെ സ്വഹാബിമാരെ നിരപരാധികളെ കൊന്നെടുക്കുകയും ചെയ്തിട്ട്, എന്നിട്ട് ഞാൻ നിങ്ങളെ സുഖിക്കാൻ ഇവിടെ വിടില്ല. എന്റെ റസൂൽ എനിക്ക് അനുവാദം തരുന്നവരെ, എന്റെ റസൂൽ പറയുന്നവരെ യമാമയിൽ നിന്ന് ഒരു ഗോതമ്പിന്റെ മണി പോലും ഇനി മക്കയിലേക്ക് വരികയില്ല എന്ന് ധീരമായി മക്കയിൽ പോയി പറഞ്ഞ ചുണക്കുട്ടിയാണ് സുമാമത്ത് ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു. മക്കക്കാര് മുഴുവനും ഓടി വന്നില്ലേ? 500 കിലോമീറ്റർ താണ്ടി ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു. ഒട്ടകപ്പുറത്ത് മക്കയിൽ നിന്ന് 500 കിലോമീറ്റർ താണ്ടി വന്നു. നബിയോട് വന്ന് പറയാണ്, യാ മുഹമ്മദ് നബിയേ, ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളാണ്, ശരി തന്നെയാണ്, പക്ഷേ നമ്മൾ കുടുംബക്കാരല്ലേ? നിങ്ങൾ കുടുംബ ബന്ധം ചേർത്താൻ പറയുന്ന ആളല്ലേ? ഞങ്ങൾ അവിശ്വാസികളാണെങ്കിലും നമ്മൾ തമ്മിൽ ചോര ബന്ധമില്ലേ നബിയെ? അതുകൊണ്ട് സുമാമ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നില്ല. ഞങ്ങളുടെ മക്കളും പെൺകുട്ടികളും ആൺകുട്ടികളും മൃഗങ്ങളും ഭക്ഷണം കിട്ടാതെ മരിക്കാൻ തുടങ്ങി.
തുടങ്ങിയിട്ടുണ്ട് നബിയെ. സുമാമയോട് ഞങ്ങളോടുള്ള പ്രതിരോധം ഒഴിവാക്കാൻ പറയണം, ഞങ്ങൾക്ക് ഭക്ഷണം അയച്ചു തരാൻ വേണ്ടി പറയണം. ഞങ്ങൾ സുമാമെന്ന് വാങ്ങുന്ന കച്ചവടക്കാരായിട്ടുകൂടി അങ്ങ് പറയാതെ ചെയ്യില്ല എന്നാണ് സുമാമ പറഞ്ഞത് നബിയെ. ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞ ഹബീബിനോട് അവര് ഹർജിയുമായി വന്നു. അപ്പോഴാ ഹബീബ് ഇടപെടുന്ന, സുമാമ, മക്കക്കാർ എന്നെ എതിർത്തവരാണ്, അവരെന്നെ ചീത്ത വിളിച്ചവരാണ്, അവരെന്നെ ആട്ടിപ്പുറത്താക്കിയ ആളുകളാണ്, അവരെന്റെ ചോരബന്ധമുള്ള ആളുകളാണ്. എന്നാലും തന്നെ സുമാമ, അവർക്ക് ഭക്ഷണം കൊടുക്കിൻ, നിങ്ങൾ തടഞ്ഞു വെക്കലിൽ. ഞാനും അവരും തമ്മിൽ രക്തബന്ധമുണ്ടല്ലോ, കുടുംബ ബന്ധമുണ്ടല്ലോ, ആ കുടുംബ ബന്ധം മാനിച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് തടഞ്ഞു വെക്കരുത് എന്ന് റസൂല് പറഞ്ഞപ്പോഴാണ്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഒരു വാക്ക് മാനിച്ചുകൊണ്ട് മാത്രം നബിയെ, എനിക്കിഷ്ടമായിട്ടല്ല, അങ്ങ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഞാനത് ചെയ്യാമെന്ന് പറയുകയും ഹബീബായ നബി തങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം തടഞ്ഞു വെച്ചിരുന്ന അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റുകയും മക്കക്കാർക്ക് ബോധം പറ്റിച്ചു കൊടുക്കുകയും ചെയ്ത സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു സമഅൻ വതഅതൻ ലിറസൂലില്ലാഹ്, നബി എന്ത് പറഞ്ഞു ഞാനത് ചെയ്യും, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഞാനത് ചെയ്യുകയാണ്. ഈ സുമാമ പാട്ടുകാരനായിരുന്നു. ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, സുമാമ, നല്ല പാട്ട് പാടിക്കൂടെ, ഗായകനല്ലേ? പ്രസംഗിയന്മാരാണെങ്കിൽ എവിടെ ചെന്നാലും 2 മിനിറ്റ് പ്രസംഗിക്കാൻ വേണ്ടി പറയും അല്ലെ? പാട്ടുകാരൻ എവിടെ ചെന്നാലും ഒരു 2 വരി പാടാൻ വേണ്ടി പറയും. സുമാമയോട് ചോദിച്ചു, സുമാമ, നിങ്ങൾ പാടുമോ? അന്നത്തെ ചെറുപ്പക്കാരൊക്കെ പിന്നാലെ കൂടി ചോദിച്ചു, ആ പഴയ പാട്ടൊന്ന് വരട്ടെ എന്ന് പറഞ്ഞപ്പോ, ഖദ് അബ്ദലനില്ലാഹു ബിഹിമസ് സഹ്റാവൈൻ, എന്റെ പാട്ടുകൾക്ക് പകരമായി സഹ്റാവൈനി എന്ന വിശുദ്ധ ഖുർആനിലെ 2 സൂറത്തുകൾ അല്ലാഹു എനിക്ക് തന്നു. സഹ്റാവൈൻ, ശോഭയുള്ളത് എന്നർത്ഥം വരുന്ന ആ വാക്കുകളുടെ അർത്ഥം സൂറത്തുൽ ബഖറയും സൂറത്ത് ആലി ഇംറാനുമാണ്. സൂറത്തുൽ ബഖറയും സൂറത്ത് ആലി ഇംറാനും നിങ്ങൾക്ക് ഞാൻ ഓതിത്തരാം. എന്റെ ജാഹിലിയ്യ കാലത്തെ പാട്ടുകളൊന്നും ഇനി ഞാൻ പാടാൻ ഒരുക്കമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഇതാണ് ഇനി മുതൽ എന്റെ പാട്ട്. ഞാൻ എന്റെ പഴയ പാട്ടുകൾ പാടില്ല, ഖുർആൻ വേണമെങ്കിൽ ഞാൻ ഓതിത്തരാമെന്ന് ജീവിതത്തിൽ വലിയ മാറ്റം സ്വീകരിച്ച ആളാണ് സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു. ആ രീതിയിൽ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ഹബീബിന്റെ തിരുകുടുംബത്തിലേക്കും മനസ്സ് കൊടുത്ത് ആ ഒരു നന്മയിലൂടെ ജീവിച്ച് നമ്മുടെ പേഴ്സണൽ, നമ്മുടെ ശാരീരികമായ, നമ്മുടെ ബോഡിലി പാഷൻസ്, നമ്മുടെ ശാരീരികമായ ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് അല്ലാഹും റസൂലും എന്ത് പറഞ്ഞുവോ അത് ദീനിന്റെ നിയമമാണോ? ഒരു പണ്ഡിതനിലൂടെ, ഒരു ഉസ്താദിലൂടെ, ഒരു പ്രഭാഷകനിലൂടെ, ഒരു ദാഇയിലൂടെ നമ്മൾ കേൾക്കുന്നത്, ഒരു ഇമാമിൽ നമ്മൾ പഠിച്ചെടുക്കുന്നത്, ഒരു ശൈഖിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്നത്, ഒരു ഗുരുദാസിൽ നിന്ന് പഠിച്ചെടുക്കുന്ന എല്ലാ നന്മകളും അല്ലാഹും റസൂലും പറഞ്ഞതാണോ? ദീനിന്റെ നിയമങ്ങളാണോ? അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണോ? പിന്നെ നമ്മുടെ ഇഷ്ടം അവിടെ നോക്കല്ലേ. ജുലൈബീബ് തങ്ങളുടെ വിവാഹത്തിൽ എനിക്കത് തന്നെ മതി എന്ന് പറഞ്ഞ ആ പെൺകുട്ടി പറഞ്ഞ പോലെ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവും റസൂലും ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മറുത്തൊരു തീരുമാനമില്ല, മറുത്തൊരു വാക്കില്ല. നാം അത് സ്വീകരിച്ചു കഴിഞ്ഞു, ഇനി മറ്റൊന്നും പറയല്ലേ എന്ന് ആ പെൺകുട്ടി സ്വന്തം ഉമ്മയോട്, സ്വന്തം ഉപ്പയോട് ഉപദേശിച്ച പോലെ അല്ലാഹു നമുക്കൊക്കെയും അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് അഭിമാനികളായി ജീവിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്കും നമ്മുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കുമൊക്കെ ഈ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹു നമ്മെ ഖൈറിലാക്കി തരട്ടെ. നമ്മുടെ നാടിൽ അല്ലാഹു നന്മയുണ്ടാക്കി തരട്ടെ. നമ്മുടെ ഈ കണ്ണാടിപ്പറമ്പ് പ്രദേശത്ത് ഒരു ഫിത്നയും ഫസാദുമില്ലാതെ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അരുതാത്ത ചെറുപ്പക്കാരികൾ, ആൺകുട്ടികളിലും പെൺകുട്ടികളിലും കാണുന്ന വളരെ ദുഷിച്ച സ്വഭാവങ്ങളില്ലാതെ മാതാപിതാക്കളെ കണ്ണുനീരിൽ ആറ്റിക്കളയുന്ന വളരെ മോശപ്പെട്ട ജീവിത രീതികളില്ലാതെ സ്വന്തം മാതാപിതാക്കളെ പഴിചാരുകയും
ജീവിതകാലം മുഴുവനും സ്നേഹിച്ച് താലോലിച്ച് വളർത്തിയ ഉമ്മയുടെ ഉപ്പയുടെ സേവനം ഒരു നിമിഷ നേരത്തേക്ക് മറന്നു പോവുകയും ചെയ്ത് അബദ്ധം ചെയ്ത ഒരു ദുര്യോഗവും ഒരു ദുഷിച്ച സ്വഭാവവും നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ആൺമക്കളിൽ, പെൺമക്കളിൽ വരാതെ അല്ലാഹുവേ ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ കൂടിയതും പറയുന്നതും പിരിയുന്നതും നീ സ്വീകരിക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബ മുബാറകൻ അലാ കുല്ലി ഹാൽ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒത്തുചേരൽ നീ സ്വീകരിക്കണേ റബ്ബേ. ഇത് നിന്നിലേക്കും നിന്റെ റസൂലിലേക്കും നിന്റെ ഹബീബിന്റെ കുടുംബത്തിലേക്കും അടുക്കാനും മനസ്സ് വരാനും സ്നേഹം വരാനും നിമിത്തമാക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഈ പരിപാടിക്ക് വേണ്ടി ഓടിച്ചാടി നടന്ന ഇതിന്റെ വളണ്ടിയർമാർ, ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഇതിന്റെ ഓർഗനൈസേഴ്സ്, അല്ലാഹുവേ ഇതിന് വേണ്ടി വിവിധ രീതിയിൽ ചെറുതും വലുതുമായ ത്യാഗം സഹിച്ച ഞങ്ങളുടെ സുഹൃത്തുക്കൾ, അല്ലാഹുവേ നീ എല്ലാം സ്വീകരിക്കണമേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത സേവനങ്ങളെ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഒരു ഉണർവ്, ഒരു ഉത്തേജനം, അല്ലാഹുവേ ഒരു ഉന്മേഷം, നിന്റെ ദീനിനോട് ഒരു ഇഷ്ടവും ഒരു അഭികാമവും, അല്ലാഹുവേ നിന്നോട് മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുവേ അതിരറ്റ സ്നേഹവും അവനല്ലയോ. ഞങ്ങളുടെ ഖൽബിനുള്ളിലേക്ക് ഈമാനിന്റെ കുളിർ മഴ പെയ്യിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയത്തോടുള്ള സ്നേഹത്തിന്റെ മഴ പെയ്യിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ വരണ്ട് കിടക്കുന്ന ഞങ്ങളുടെ മനസ്സുകൾക്കുള്ളിൽ നിന്നോടും നിന്റെ റസൂലിനോടും നിന്റെ ദീനിനോടും അവിടുത്തെ അഹ്ലു ബൈത്തിനോടുമുള്ള സ്നേഹം നൽകണേ അല്ലാഹ്. രോഗികളാണ് റബ്ബേ പലരും, ഈ കമ്മിറ്റി ഭാരവാഹികളിൽ രോഗികളുണ്ട് റബ്ബേ. ഇതിനു വേണ്ടി 1000-ഉം 5000-ഉമായി ഈ പരിപാടിക്ക് വേണ്ടി ഈ പള്ളിക്ക് മുമ്പിലും ഒരു പന്തൽ കെട്ടി സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ച ആളുകൾ, അല്ലാഹുവേ പേരെഴുതിയും അല്ലാതെയും സഹായിച്ചവർ തമ്പുരാനെ, ആ സ്വതക്കകളൊക്കെ നീ സ്വീകരിക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ പേര് വായിച്ചവരും അല്ലാത്തവരുമായ ബക്കറ്റുകളിൽ കൊടുത്തവര്, കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നല്ലോ, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് ഒന്നും കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് പോലും അല്ലാഹുവേ ആ നിയ്യത്തിന് കൂലി കൊടുക്കണേ റബ്ബേ. ആണുങ്ങളും പെണ്ണുങ്ങളും എന്തെല്ലാം പ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന വിധം അല്ലാഹുവേ ഈ നിമിഷം, ഈ സെക്കൻഡിൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മരണം വിധിക്കുന്ന നേരം ഒരു നല്ല സമയത്താക്കി തരണേ റബ്ബേ. ഒരു തെറ്റ് ചെയ്തുകൊണ്ട്, കള്ളു കുടിച്ചുകൊണ്ടോ, മദ്യഷാപ്പിലോ, സിനിമാ തിയേറ്ററുകളിലോ തിന്മ ചെയ്തുകൊണ്ടിരിക്കയോ, തിന്മയുടെ സ്ഥലങ്ങളിൽ വെച്ചോ ഒരാളും, വിശിഷ്യ ഞങ്ങളുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അല്ലാഹുവേ മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടോ തിന്മ ചെയ്തുകൊണ്ടോ നിസ്കരിക്കാതെയോ ഒക്കെയുള്ള മരണങ്ങൾ വരാതെ നീ കാക്കണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെടുന്ന നേരത്ത്, നീ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് വെച്ച്, നീ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു നന്മ ചെയ്തുകൊണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം, നിന്റെ ഹബീബിന്റെ തിരുമുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം, നിന്റെ സ്വർഗലോകം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തര്, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നവർ, ഞങ്ങളുമായി കടപ്പാടുകളുള്ളവർ, അല്ലാഹുവേ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവർ, ഈ ഇൽമിന്റെ പ്രചരണത്തിന് വേണ്ടി, ദഅവത്തിന് വേണ്ടി ഊണും ഉറക്കും ഒഴിച്ച് ഞങ്ങളോടൊപ്പം നിൽക്കുന്നവർ, അല്ലാഹുവേ ഡിജിറ്റൽ രൂപേണയും അല്ലാതെയും ഈ സംവിധാനം ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇതിനു വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾ, ദീനിന്റെ ദഅവത്ത് സോഷ്യൽ മീഡിയകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് പോലും പേരറിയാത്ത ആളുകൾ, അർഹമർ റഹീമേ അത് കേൾക്കുന്നവർ, അറിയുന്നവര്, പഠിക്കുന്നവര്, അതനുസരിച്ച് ജീവിക്കുന്നവർ, അല്ലാഹുവേ മനസ്സിനുള്ളിൽ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെങ്കിലും ഒരു ദുആ എങ്കിലും തരുന്നവർ, അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് നിന്റെ സ്വർഗമാണല്ലാഹ്. ആ സ്വർഗം നൽകണേ റബ്ബേ. ആ സ്വർഗം താ തമ്പുരാനെ. ഞങ്ങളുടെ ഖബർ